സാധാരണ കോട്ടേജ് മീറ്റിംഗ്സിൽ ഞങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വാക്യപ്രതിവാക്യമായിട്ട് വളരെ സ്ലോ ആയിട്ട് ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വരികയാണ്. ഇന്നും അതിൻ്റെ തുടർമാനമായിട്ടുള്ള ആ പോർഷനിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. പുതുതായിട്ടുള്ള ചില സഹോദരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം എല്ലാവർക്കും മനസ്സിലാകത്തക്ക വണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കാര്യങ്ങളെ സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരെ അതായത് അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. അപ്പോൾ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുന്ന് ഞങ്ങൾ മതത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട് ഒരു സീറോവായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. അവിടുത്തെ തിരുരക്തത്താൽ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് അരുളി ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഞങ്ങളിന്ന് പാടിയതുപോലെ ഏഴകളായിട്ടുള്ള ഞങ്ങൾക്ക് കർത്താവേ, ആത്മാവിൽ ദരിദ്രരായവർക്കാണല്ലോ കർത്താവേ അവിടുന്ന് ആ വിശക്കുന്നവർക്കാണല്ലോ അവിടുന്ന് തൃപ്തി വരുത്തുന്നത്. ആ ഒരു മഗ്ദലക്കാരത്തെ മറിയം അത് രാവിലെ അങ്ങയെ തേടി വന്നതുപോലെയുള്ള ആ വലിയ ദാഹത്തോടെ കർത്താവെ അവിടുത്തെ മുമ്പാകെ ആയിരിക്കാൻ, അങ്ങയിൽ നിന്നൊരു വാക്ക് കേൾക്കുവാൻ മറിയേ എന്ന് ആ യേശു കർത്താവ് വിളിച്ചപ്പോൾ അവൾ ഓ റബ്ബോനി, എൻ്റെ ഇടയനായിട്ടുള്ള ആ ഇടയൻ്റെ ശബ്ദം ആട് തിരിച്ചറിയുന്നത് പോലെ മറിയം യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് യെശയ്യാവ് 45:4 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളെ ഓമന പേര് ചൊല്ലി, ഞങ്ങളുടെ ചെല്ല പേര് ചൊല്ലി, ഞങ്ങളുടെ പെറ്റിനെയും ചൊല്ലി ഞങ്ങളെ വിളിക്കുന്ന കർത്താവിൻ്റെ ആ സ്വരം കേൾപ്പാൻ, മോനെ മോളെ നമ്മളുടെ പേര് ചേർത്ത് വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏതൊരു ഉദ്ദേശത്തോടെ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നു, ആ ഒരു ഉദ്ദേശത്തോടെ ആ ഉദ്ദേശം നിറവേറുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഞങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളൊരു രൂപാന്തരം ഉണ്ടാകണം, ഞങ്ങളൊരു നുറുക്കം ഉണ്ടാകണം. ഞങ്ങളുടെ കുറവുകളെ കണ്ട്, ഞങ്ങളുടെ ജഡത്തിലെ മാലിന്യങ്ങളെ കണ്ട് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും, യേശുവിൻ്റെ തേജസ്സിനെ കണ്ട് കർത്താവെ അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാനും പണിയപ്പെടുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഇവിടെ അതിൻ്റെ സന്ദർഭം നമ്മൾ എല്ലാ ആഴ്ചയും പറയാറുണ്ട്. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ടൊരു അന്ത്യത്താഴം കഴിച്ചു. അവസാനത്തെ അത്താഴം കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി അവർക്ക് അപ്പമൊക്കെ മുറിച്ചു കൊടുത്തു. അതിലൊരുവനായ യൂദാസ് കർത്താവിനെ ഉറ്റി കൊടുക്കാനായിട്ട് പോയതായിട്ടൊക്കെ യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഒരു ദീർഘ സംഭാഷണം നമ്മൾ 13:31 മുതൽ 14 അധ്യായത്തിലും 15 അധ്യായത്തിലും 16 അധ്യായത്തിലും നമ്മളത് കാണുന്നുണ്ട്. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ 14 അധ്യായത്തിൻ്റെ ഒടുവിൽ കർത്താവ് ആ മാളിക മുറിയിൽ നിന്ന് കർത്താവ് ഇവിടെ നിന്ന് നമുക്ക് പോകാം എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ 14 അധ്യായത്തിന് അവസാനം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഒലിവുമലയിലേക്ക് പോകുന്നതായിരിക്കും. ആ സമയത്ത് ഒലിവുമലയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മത്തായി 26:30 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലും പോയ ശേഷമൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കാം ഈ 15-16 അധ്യായങ്ങൾ. അപ്പോൾ അതിനുശേഷം 17 അധ്യായം ഒരു വലിയ പ്രാർത്ഥന, കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നറിയപ്പെടുന്ന. കർത്താവ് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി ഇൻ്ററപ്ഷൻസ് ഒക്കെ ഉണ്ടായിക്കാണ്. അതൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും കരുതുന്ന ഒരാൾ പോലും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. 99 അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കർത്താവ് ഒരാൾക്ക് വേണ്ടി തേടിപ്പോയി. അപ്പോൾ അപ്പോൾ 99 പേർക്ക് ഞങ്ങളിവിടെ ഇരുന്ന് മുഷിയണോ എന്നാൽ യഥാർത്ഥത്തിലുള്ള 99 അങ്ങനെ വിചാരിക്കത്തില്ല. അവർ ആ ഒരാളേക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിലുള്ള അനുതാപം ആവശ്യമില്ലാത്ത 99 എന്ന് പറയുമ്പോൾ അവരെപ്പോഴും അനുദപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു അനുതാപം ആവശ്യമില്ല. അപ്പം ആ യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ 99 ആ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ആ ഒന്നിനെ കർത്താവ് തോളിലേറ്റ് കൊണ്ടുവരുമ്പം കർത്താവിനെ ഇടയനെ പോലെ തന്നെ ആ ആടുകളും 99 തുള്ളിച്ചാടി സന്തോഷിച്ച് ആ ഒന്നിനെ അവരെ കെട്ടിപ്പിടിച്ച് ആയിരിക്കും. അപ്പം നമ്മളാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നിത്യജീവൻ യേശുവെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എന്തെല്ലാം ഈശ്വര സങ്കല്പങ്ങളും ദൈവ സങ്കല്പങ്ങളും ഒക്കെ ഒരുപാടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതുപോലെ ഞാനും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ കരുനാഗപ്പള്ളിയുടെ ഈ പ്രദേശത്ത് ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊന്നും പറയാൻ നിൽക്കുന്നില്ല, മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഇനി അറിയാത്തവർക്കാർക്കൊന്നുമില്ല. യൂട്യൂബിൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റിമണി എന്ന് സെർച്ച് ചെയ്താൽ അതിലൊരു 2ാമത്തെ ഇതായിട്ട് വരുന്ന ഒരു ഇതുണ്ട്. എൻ്റെ
ജീവിത സാക്ഷ്യം, യേശുവിനെ അറിഞ്ഞതും അതിന് ശേഷം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഹോൾസമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നൊരു 40-45 മിനിറ്റുള്ളൊരു സാക്ഷ്യം. ഒരു EPPFൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു സാക്ഷ്യത്തിലെ കൂടുതൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എല്ലാം സംഭവ വികാസങ്ങളൊക്കെ വലിയ സംഭവ വികാസങ്ങൾ ഈ വീട്ടിൽ നടന്നത് ഒക്കെ ആയിട്ടുള്ള വലിയ സംഭവ വികാസങ്ങളും പിന്നീട് ഞങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള വലിയ സംഭവ വികാസങ്ങളും വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന എനിക്കൊന്ന് ആ സാക്ഷ്യത്തിൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റിമണി എന്ന് അടിക്കുമ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എൻ്റെ രണ്ടാമത്തെ സജഷനായിട്ട് വരുന്ന ഒരു എൻ്റെ ജീവിത സാക്ഷ്യം യേശുവിനെ അറിഞ്ഞതും അതിന് ശേഷം എന്ന് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പം ഞാനതുകൊണ്ട് കൂടുതൽ സാക്ഷ്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം യേശു കർത്താവിൽ മാത്രമേ നിത്യമായിട്ടുള്ള ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ യേശുവിലേ ഉള്ളൂ. ഒരുപാട് വലിയ മഹാന്മാരും മഹാരഥന്മാരും ഒക്കെ ജീവിച്ചിരുന്ന ഈ ലോകത്ത് അവരുടെ കല്ലറയെല്ലാം അടഞ്ഞു കിടക്കുക. അവരെല്ലാം മരിച്ച് മൺമറഞ്ഞു പോയി. ഇപ്പം പിന്നെ ഇങ്ങനെ അതായത് ഇത്രാമത്തെ വർഷം മുതൽ ഇത്രാമത്തെ വർഷം വരെ എന്ന് എഴുതാനേ മനുഷ്യരെ കുറിച്ചേ ഉള്ളൂ. എന്നാൽ നിത്യനായിട്ട് ഇന്ന് ജീവിക്കുന്നവനായിട്ട് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശു കർത്താവ്. ആ ദൈവം തന്നെ ഇസ്രായേലിലെ മനുഷ്യനായിട്ട് അവതരിച്ച്, ദൈവത്തിൻ്റെ ഒരു മനുഷ്യാവതാരമേ ഉള്ളൂ, ഒരുപാട് അവതാരങ്ങളൊന്നുമില്ല. അത് യേശു കർത്താവ് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പം 2024 ഓഗസ്റ്റ് 28 നമ്മളിന്ന് പറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് 2028 വർഷമായി എന്ന് പറയുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. ഒരു ചരിത്രകാരന്മാർക്കും നിഷേധിക്കാനൊക്കാത്ത ചരിത്ര യാഥാർത്ഥ്യമല്ല. അത് മുത്തോ ഒന്നുമല്ല, മറിച്ച് കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ സാക്ഷ്യവും ക്രിസ്തീയമല്ലാത്ത അക്രൈസ്തവരായിട്ടുള്ള ചരിത്രകാരന്മാർ വരെ ചരിത്രത്തിൽ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും. ആ കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാനും നിങ്ങളും. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമുക്ക് ആ ജീവൻ തന്നതുകൊണ്ടാണ്. ബാക്കി എനിക്കാണെങ്കിൽ ഇപ്പം ഈ സമയത്ത് ആണെങ്കിൽ പേഷ്യൻസിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാത്ത സമയമാണ്. പേഷ്യൻസിനൊക്കെ കൂടുതൽ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ഇടയ്ക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ഇതുപോലെയൊക്കെയുള്ള മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ പലയിടത്തേക്കും പോകുന്നു. പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കർത്താവിനെ അറിയാത്തവർക്ക് അത്ഭുതമായിരിക്കും. ഇതെന്താ വേറെ എത്രയെല്ലാം ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന മോള് എന്തോ ഇങ്ങനെ അവരുടെ ക്ലാസ്സിൽ എന്തോ ഒരു മുസ്ലിം സ്കോളർഷിപ്പിൻ്റെ കാര്യം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ പ്രാർത്ഥന ഇവിടെ ഞങ്ങളോട് പറയുക, ഞാൻ ക്രിസ്ത്യനാ, എനിക്ക് പൊട്ടില്ല, മാലയില്ല, വളയില്ല, കമ്മലില്ല, ഞാൻ ക്രിസ്ത്യനാ, ഞാൻ ജീസസിൻ്റെ ആളാന്ന് ഇങ്ങനെ കുഞ്ഞിനെ അറിയാവുന്ന ആ ഭാഷയിൽ അത് എനിക്കൊരു വലിയ അത്ഭുതമായി. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണെന്ന് ആര് പറഞ്ഞു എന്ന്. അത് ഞാൻ ക്രിസ്ത്യനാ, ഞാൻ ജീസസിൻ്റെ എന്ന് പ്രാർത്ഥനക്കുട്ടി ഇന്നലെ രാത്രി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ഒരു ജീവിക്കുന്ന ദൈവം നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു ജീവനും സമാധാനവും ഇതെല്ലാം പ്രയാസങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോകുമ്പം ഒരു സമാധാനം തരുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്നെപ്പോലെ തന്നെ അനിലും ഒക്കെ ഇതുപോലെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെയ്ത്തിലേക്ക് വന്ന ആളുടെ നാരായണൻ പേര്, അതുപോലെ അനിലിൻ്റെ അമ്മ, അപ്പോൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന അനേകർ ഉണ്ട്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ, പിന്നെ ഈവൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പോലും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളരുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണോ? ദൈവവചനപ്രകാരം പറയുവാണെങ്കിൽ ആരും നോബഡി ഈസ് ബോൺ എ ക്രിസ്ത്യൻ, എവരിബഡി ഈസ് ബോൺ എ സിന്ന്. എല്ലാവരും പാപികളായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം മാർത്തോമയിലെ, യാക്കോബിലെ, കത്തോലിക്കോ, ഇനിയിപ്പോൾ CFCയിലോ തന്നെ ജനിച്ച് വളരുന്ന ആൾക്കാരെല്ലാം എല്ലാവരും പാപികളാണ്. ജനിക്കുമ്പോൾ എല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നത് ദൈവവചനപ്രകാരം. പക്ഷേ അവർ ഇപ്പം നമ്മൾ തന്നെ ഇവിടെ തന്നെയുള്ള പല നമ്മളുടെ സഭയിലുള്ള സഹോദരങ്ങളൊക്കെ അവരുടെ ക്രിസ്തീയമായിട്ടുള്ള പല പാരമ്പര്യങ്ങൾ, വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ അവരുടെ സഭാ ചട്ടക്കൂടുകളിലൊക്കെ കണ്ട്, എന്ന വചനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സഭാ കൂട്ടായ്മയ്ക്കായിട്ട് അവർ സ്റ്റാൻഡ് എടുത്താണ് ജേക്കബ് ബ്രദറും കുഞ്ഞുള്ള സിസ്റ്ററും ബാക്കി സൂസി സിസ്റ്ററും ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ആയിരിക്കുന്ന ആ ഒരു സഭാ പാരമ്പര്യങ്ങളൊക്കെ വിട്ട് അതിനകത്ത് ദൈവവചന പ്രകാരം അല്ലാത്ത പല ദൈവവചനത്തിൽ എല്ലാവരും 1 പത്രോസ് 2:9 നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം പ്രത്യേക ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ഒരു പൗരോഹിത്യം, അത് പഴയ നിയമത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ശിശുക്കളെ സ്ഥാനപ്പെടുത്തുകയും അതുപോലെയൊക്കെയുള്ള, പിന്നെ ബാക്കി ഒത്തിരി ഉള്ള യാക്കോബ കത്തോലിക്കയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ പല വിഗ്രഹാരാധനകളും പുണ്യവാളന്മാരുടെ പ്രാർത്ഥന, അങ്ങനെ ദൈവവചനത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങളെല്ലാം ഉള്ള വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം വിട്ട് ദൈവവചനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന
ഇന്നിപ്പം വേർപെട്ട വിഭാഗങ്ങളായിട്ടുള്ള പെന്തക്കോസ്ത് ബ്രദർ വിഭാഗങ്ങളിൽ നിന്നും അവിടെയും വചനത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ കണ്ട നമ്മുടെ സഹോദരങ്ങളെ സാക് പൂനം ബ്രദറൊക്കെ 1975 49 വർഷങ്ങൾ മുമ്പേ ബാംഗ്ലൂർ അവരൊരു ദൈവവചനത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് അവർ പ്രത്യേകമായിട്ട് കൂടി വരിക, അങ്ങനെ ആ ശുശ്രൂഷയുടെ ഫലമായിട്ട് കേരളത്തിൽ പല ഭാഗത്തും ലോകത്ത് തന്നെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള കൂട്ടായ്മകളുടെ ഒരു ചെറിയ കൂട്ടായ്മയാണ് ഞങ്ങളവിടെ കായംകുളത്ത് കൂടി വരുന്നൊരു കൂട്ടായ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ദൈവവചനത്തോട് ഏറ്റവും ദൈവവചനമാണ് നമുക്ക് ജീവൻ തരുന്ന നിത്യജീവൻ തരുന്ന മന്ന ഏഴകളാണ് ഞങ്ങൾക്ക് ഏകണമേ എന്നുള്ളൊരു കാര്യം നമ്മൾ പാടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവൻ തരുന്ന നമ്മളുടെ സഭാ പാരമ്പര്യങ്ങളോ നമ്മളുടേതായ പല ചട്ടക്കൂടുകളോ അതിനെല്ലാം ഉപരി ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്, കർത്താവ് എന്താ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നിത്യജീവനെ തരുന്നത്. അത് ഞാൻ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതുപോലെ യേശു കർത്താവ് ഇവിടെ യോഹന്നാൻ 17-ാം അധ്യായം വലിയൊരു മഹാപുരോഹിത പ്രാർത്ഥന, മഹാപുരോഹിതനായ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്നാണ് കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഔന്നത്യമായിട്ടുള്ള മഹാപുരോഹിതനായിട്ടുള്ള ആ കർത്താവിൻ്റെ ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ 26 വാക്യങ്ങളിൽ കാണുന്നത്. പിന്നെ 18-ാം അധ്യായത്തിൽ കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നൊരു രംഗവും അവിടെ വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതും കർത്താവിനെ പിന്നീട് ക്രൂശിക്കുന്നതുമായിട്ടുള്ള രംഗമൊക്കെ നമ്മൾ പിറ്റേ ദിവസം കർത്താവിനെ 9 മണിക്ക് ക്രൂശിൽ തറയ്ക്കുന്നതുമായിട്ടുള്ള രംഗമൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത്. ഇവിടെ 17-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുക. കർത്താവ് ഇത് സംസാരിച്ചിട്ട് പല കാര്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 33 ധൈര്യപ്പെടുവിൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ നാഴിക വന്നിരിക്കുന്നു. കർത്താവ് സ്വർഗത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഏതൊരു വിഷമത്തിലോ ഏതൊരു പ്രയാസത്തിലോ ഒക്കെ നമുക്ക് നോക്കാൻ ഒരിടവേ ഉള്ളൂ, സ്വർഗത്തെങ്കിലേക്ക്, ആകാശത്തെങ്കിലേക്ക്. അസ്വർഗീയമായൊരു വീക്ഷണകോണിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. സ്വർഗത്തെങ്കിലേക്ക് നോക്കി കർത്താവ് പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ ദൈവം ത്രിയേക ദൈവമായിട്ടാണ് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പുത്രനായിട്ടുള്ള ദൈവം പിതാവിൻ്റെ വചനമായിട്ട് നിത്യതയോളം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഉള്ള നിത്യനായ ദൈവമായിട്ട് പിതാവിൻ്റെ വചനമായിട്ട് പിതാവെങ്കിലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നത്. ആ വചനമാണ് പിന്നെ ഒരു മനുഷ്യരൂപം എടുത്ത് ജഡമായി തീർന്നതെന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അതാണ് തൃത്വത്തിലെ രണ്ടാമനായ യേശുക്രിസ്തു. പിതാവിൻ്റെ ശ്വാസം, പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ നമ്മളുടെ രക്ഷയ്ക്കായിട്ട്, നമ്മളുടെ വീണ്ടെടുപ്പിനായിട്ട്, നമ്മളുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് വേറെ എന്തെല്ലാം യാഗങ്ങളോ ബാക്കി എന്തെല്ലാം പഴയ നിയമത്തിൽ അതിനു മുമ്പ് അതിൻ്റെ സൂചനയായിട്ടുള്ള പ്രതീകങ്ങളായിട്ടുള്ള പല യാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അതിൻ്റെതായ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് കണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് നമുക്ക് മാതൃകയായിട്ട് ഒരു 33 വർഷക്കാലം കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മെപ്പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ പരിമിതികളോടെ കർത്താവ് ജീവിച്ചു, തന്നെ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ്, എംപ്റ്റി ചെയ്ത് വന്നു എന്നാണ് നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന് 6-7 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മെപ്പോലെ തന്നെ നമുക്കൊരു മുൻമാതൃകയാകുവാൻ, നമുക്കൊരു മുന്നോടിയാകുവാൻ, ഫോർ റണ്ണർ ആകുവാൻ എന്നാണ് എബ്രായർ 6-20 നമ്മൾ വായിക്കുന്നത്. നമുക്കൊരു മുന്നോടി, നമുക്ക് മുമ്പേ ഓടുന്നവനായിട്ട്, നമുക്കൊരു മുന്നോടിയായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ 33 വർഷക്കാലം കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു. അതിനുശേഷം കർത്താവ് പഴയ നിയമത്തിലെ അതിനു മുമ്പേ ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതിൻ്റെ ഒരു നിവൃത്തീകരണമായിട്ട് കർത്താവ് തന്നെ ക്രൂസിൽ നമ്മളുടെ പാപങ്ങളെല്ലാം, നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷ നിത്യമായിട്ടുള്ള നരകയാതനയാണെന്നുള്ള കാര്യമാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. മരണമാണ് പാപത്തിൻ്റെ ശമ്പളമാണെന്ന് നമ്മൾ റോമർ 6-23 വായിക്കുന്നുണ്ട്. ആ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള മരണം, നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെടുന്ന ഒരു കാര്യം. അത് യേശു കർത്താവ് കാൽവരി കുരിശിൽ കർത്താവ് ആ 3 നാഴിക നേരം കർത്താവ് നൊന്തും നീറിയും പിടഞ്ഞും രക്തം ചൊരിഞ്ഞപ്പോൾ കർത്താവ് 6 മണിക്കൂർ ടോട്ടലി ക്രൂസിലുണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ. അപ്പോൾ ആദ്യത്തെ 3 നാഴിക നേരം കർത്താവ്
തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കുകയും യോഹന്നാനെ അമ്മയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഒരു വശത്തെ കള്ളനെ പർദീസിലേക്ക് മാനസാന്തരത്തിലേക്ക് ആനയിക്കുന്നതും ഒക്കെ നമ്മൾ ആദ്യത്തെ 3 നാഴികയിൽ കാണുന്നുണ്ട്. പിന്നെ 12 മണി നേരം നട്ടുച്ച നേരം മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി നേരം വരെയുള്ള ആ 3 നാഴിക നേരമാണ് അവിടെ ആ ദേശത്ത് വലിയ ഇരുള് വ്യാപിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് ആ സമയത്താണ് പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് നിത്യനരകയാതന ഞാൻ നമ്മൾ ഓരോരുത്തരും സഹിക്കേണ്ടതായിട്ടുള്ള പാപത്തിന് ശമ്പളമായിട്ടുള്ള നിത്യമായിട്ടുള്ള നരകയാതന 3 മണിക്കൂർ നേരം കൊണ്ട് ആര് സഹിച്ചു? യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ സഹിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള നരകയാതന ആരാ സഹിച്ച്? യേശു കർത്താവ് കാൽവരി കുരിശിൽ ആ നരകയാതന സഹിച്ച് കർത്താവ് ആ പാപത്തിൻ്റെ ശമ്പളം, പാപത്തിൻ്റെ ആ ശിക്ഷ സമ്പൂർണ്ണമായിട്ടുള്ള ആ നിത്യതയോളം യുഗാന്തരങ്ങളോളം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ശിക്ഷ കർത്താവ് നിത്യനായ ദൈവമായതുകൊണ്ട് കർത്താവിന് 3 നാഴിക കൊണ്ട് ആ ശിക്ഷ കർത്താവ് തന്നെ സഹിച്ചു. ദൈവത്തിൻ്റെ ക്രോധം, പാപത്തിൻ്റെ മേലുള്ള ദൈവക്രോധം ആ കാൽവരി കുരിശിൽ ആ ദൈവക്രോധാഗ്നിയിൽ കർത്താവ് വെന്തിരിഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് അത് കഴിഞ്ഞിട്ട് തന്നെ വിശ്വസിക്കുന്നവരായ ശിഷ്യന്മാർക്ക് എല്ലാം കർത്താവ് പ്രത്യക്ഷനായി. കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്താണ് ദൈവമക്കളെല്ലാം ഒരു ഹൃദയമുള്ളവരായിട്ട് ഒരേ ആത്മാവിൽ അവർ ഒരുമിച്ച് അയച്ചേർന്നതാണ് സഭ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വേർപെട്ട കൂട്ടം, എക്ലേസിയ, എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഹീലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പം ദൈവം ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന ആ കൂട്ടമാണ് സഭ. അപ്പോൾ അതിനുശേഷം പിന്നെ ആ സഭയിൽ 1-ാം നൂറ്റാണ്ടിലെ ആ നിർമ്മലമായിട്ടുള്ള സഭയിൽ ഒത്തിരി പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നീട് വർഷങ്ങൾ അടിഞ്ഞുകൂടി. അതിൽ നിന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂതർ ഇറങ്ങി വന്നു, ദൈവവചനത്തിനായിട്ട് സ്റ്റാൻഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെയും പല തലമുറകളും പാരമ്പര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വന്ന് അടിഞ്ഞുകൂടി ദൈവവചനത്തിലെ ഓരോ സത്യങ്ങൾക്കായിട്ട്, ദൈവവചനത്തിലെ ഓരോ അതിൻ്റെ ആ പരിപൂർണ സത്യത്തിൻ്റെ ഉപദേശത്തിനായിട്ട് ഒരു നിലപാടെടുത്തുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ദൈവമനുഷ്യരെ ഉയർത്തി അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ ഒരു പ്രസ്ഥാനമായിട്ട്, ഒരു സഭാ കുടിവരവായിട്ട് CFC ചർച്ചസിനെ ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ ഇവിടെ ദൈവം അങ്ങനെ വേർതിരിച്ചൊരു കൂട്ടമായിട്ടാണ് ഞങ്ങളവിടെ കായംകുളത്ത് അവിടെ കൂടി വരുന്നത്. അപ്പം കർത്താവ് ഞാനിപ്പം പിതാവ് നാഴിക വന്നിരിക്കുന്നു എന്നുള്ളത്, ആ പിതാവ് ആരാണെന്നുള്ളൊരു കാര്യം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞത് യോഹന്നാൻ 17:1 നാഴിക വന്നിരിക്കുന്നു. നമ്മളെല്ലാം ദൈവത്തിൻ്റെ നാഴിക പ്രകാരം ദൈവത്തിൻ്റെ സമയത്തിനൊത്തവണ്ണം ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ദൈവത്തിൻ്റെ സമയത്തിനനുസരിച്ച് ദൈവം നമുക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യം തരുന്നതനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് ഓരോ കാര്യത്തിലും നീങ്ങാൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് പറയും, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്, യോഹന്നാൻ 17:1 വാക്യം, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. യേശുവിൻ്റെ ജീവിതത്തിലെ അദമ്യമായ ആഗ്രഹം എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തണം. താനും അങ്ങ് കുറയണം, യേശു അങ്ങ് വളരണം. അതായത് താനും അങ്ങ് കുറയണം, പിതാവ് അങ്ങ് മഹത്വപ്പെടണം എന്ന യേശുവിൻ്റെ വാഞ്ച. യോഹന്നാൻ സ്നാപകം പറയുന്നുണ്ട് ഞാനോ കുറയണം യേശു വളരണമെന്ന്. യോഹന്നാൻ 3:30 പറയുന്നുണ്ട്. തന്നെ ഉയർത്താൻ ആഗ്രഹിക്കാതെ എപ്പോഴും തന്നെ താഴ്ത്തി പിതാവിനെ മഹത്വപ്പെടുത്തിയ ആ ഒരു യേശു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുക, പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്തിനു വേണ്ടി? പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നത് ആ ഒരു സ്വയത്തിലുള്ളൊരു മഹത്വമല്ല, മറിച്ച് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ഇപ്പോൾ പിതാവിൽ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതായത് കർത്താവ് നിത്യനായ ദൈവമായിരുന്നു. നിത്യനായ ദൈവം വചനമായിട്ട് പിതാവിൻ്റെ അടുക്കൽ ഏത് മഹത്വത്തോടെ സ്വർഗത്തിൽ കർത്താവ് എല്ലാവരുടെയും ആരാധ്യനായിട്ട് ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്നവനായിട്ട് കർത്താവ് ആയിരുന്നു. ആ മഹത്വത്തിലേക്ക് തന്നെ മഹത്വപ്പെടുത്തണമേ. ആ ക്രൂശിലൂടെ കടന്നുപോയി മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, അവിടെ ആ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ടാണ്. നമ്മളുടെ ജീവിതത്തിലും ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു വാക്ക് യേശുവിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സന്ദർഭത്തിൽ എന്താ, സ്വർഗാരോഹണത്തിൽ പിതാവിൻ്റെ തുല്യനായിട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് താനൊരു മഹത്വത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു കാര്യമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മളുടെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ആ ഒരു ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ തേജസ് നമുക്ക് ദൈവം തരുന്ന ഒരു കാര്യം. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ തേജസ്, യേശുവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് പ്രാപിക്കുവാനല്ലോ സുവിശേഷ മുഖാന്തരം നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നൊക്കെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹത്വീകരണം നമ്മുടെ ആത്മാവിൽ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്നിറങ്ങി അവിടെ ദൈവത്തിൻ്റെ ഒരു തേജസ് നമ്മുടെ ആത്മാവിലേക്ക് തരുന്നത്. നമ്മൾ യേശുവിനെ പോലെ ആകും. യേശുവിനെ പോലെ
കൂടുതൽ കാരുണ്യത്തോടെ, യേശുവിനെ പോലെ കൂടുതൽ താഴ്മയോടെ, യേശുവിനെ പോലെ കൂടുതൽ ക്ഷമയോടെ. എന്നാൽ ചില കാര്യങ്ങളിൽ യേശുവിനെ പോലെ വലിയ കാർക്കശ്യത്തോടെ, പാപത്തിനും പാരമ്പര്യത്തിനും എതിരായിട്ട്, ലോകമയത്വത്തിനെതിരായിട്ട്, ആരെങ്കിലും മീറ്റിങ്ങിൽ നിന്ന് ഉറങ്ങുവാണെങ്കിൽ അതിനെതിരായിട്ട് ഒക്കെ കാർക്കശ്യത്തിൽ അത് ഒരിക്കലും ഒരു കുറ്റമല്ല. എന്താ വെച്ചാൽ നമ്മൾ വയസ്സാകുമ്പോഴൊക്കെ ഞാനും അതേ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും ഇരുന്ന് ഉറങ്ങുന്ന പ്രായമായിരിക്കും. അതിന് മുമ്പേ കർത്താവിന് വരുമെന്ന് എൻ്റെ വിചാരം. പക്ഷേ പ്രായമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം, അതുകൊണ്ട് ഒരു കുറ്റമല്ലാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വി നീഡ് ടു സ്റ്റിമുലേറ്റ് വൺ അനദർ ടു ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ് എന്നാണ് എബ്രായർ 10:25 വായിക്കുന്നത്. വെച്ചാൽ മറ്റുള്ളവരെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുത്തി ഒന്ന് എഴുന്നേൽപ്പിച്ച് ചിലപ്പോൾ അഥവാ ചില അവർക്ക് ആരും ഉറങ്ങണമെന്ന് വിചാരിച്ച് ആരും ഇവിടെ വന്നിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അഥവാ നമ്മളുടെ ഒരു ബലഹീനത നിമിത്തം ഉറങ്ങി പോവുകയാണെങ്കിൽ പരസ്പരം നമ്മൾ അടുത്തിരിക്കുന്നവരെല്ലാം ഉണർന്നു തന്നെയാണോ ഇരിക്കുന്നത് നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ അവർക്ക് കേൾക്കുന്ന വചനം മിസ്സായി പോകരുത്, അതിനുവേണ്ടി ഉണർത്തുന്നത്, അല്ലാതെ ആരെയും അപമാനിക്കാനല്ല. എന്ന് വെച്ചാൽ നമ്മൾ മീറ്റിങ്ങിൽ ഉറങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും കൈ ഉയർത്താൻ കാണത്തില്ല. ഇരിക്കും ഉറങ്ങിയിട്ടുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൈ ഉയർത്താൻ. സോ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഉറക്കം വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ആരെയും കല്ലെറിയാൻ നമ്മളാരും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവിടെ പറയുന്നത് എന്താ, ദൈവം നമുക്ക് തരുന്ന ആ ഒരു തേജസ്സിൻ്റെ ഒരു കാര്യം, ആ ഒരു തേജസ്സിൻ്റെ ഒരു കാര്യം ഞാൻ ഇപ്പം പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ സഭയിൽ നമ്മളെപ്പോഴും ഊന്നി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നത് ഈ ഒരു ക്രൂസിൻ്റെ വഴിയിലൂടെ. നമ്മൾ താഴോട്ട് വരുമ്പോഴെല്ലാം ആ കാര്യങ്ങളും ദൈവജനത്തിലുടനീളം ആ ഒരു കാര്യം, ആ ഒരു എംഫസിസ് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ വാക്യത്തിൽ യഥാർത്ഥത്തിലുള്ള ആത്മീയ അധികാരം മറ്റുള്ളവർക്ക് നിത്യജീവനെ കൊടുക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ നിത്യജീവനിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. നിത്യജീവൻ എന്നുള്ളൊരു പദം ഒത്തിരി മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. സാധാരണ നിത്യജീവൻ എന്നുള്ള വാക്ക്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള ജീവൻ, അപ്പോൾ സ്വർഗത്തിൽ എന്നേക്കും കഴിയുന്നത് ആ നിത്യജീവൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ വാച്യാർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും ഇറ്റേണൽ ലൈഫ് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലായി പോകുന്നത്. എന്നാൽ ശരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ അല്ലെങ്കിൽ അയോണിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം അയോണിയോസ് എന്നുള്ളൊരു പദമാണെങ്കിൽ ഈവൻ ഇംഗ്ലീഷിൽ ഇറ്റേണൽ അല്ലെങ്കിൽ മലയാളത്തിലെ നിത്യം എന്നുള്ളൊരു പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അന്തമില്ലാത്ത എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല, ആദിയില്ലാത്ത അന്തവും ഇല്ലാത്ത എന്നുള്ളൊരു അർത്ഥമുള്ളത്. അപ്പം ആദിയില്ല അവസാനവും ഇല്ല, അങ്ങനെ അതാ നിത്യം എന്നുള്ള വാക്ക്. അയോണിയസ് ദ്വയ എന്ന് പറഞ്ഞാൽ ലൈഫ്. അപ്പം നിത്യജീവൻ എന്ന് പറയുമ്പോൾ ആദിയില്ലാത്ത അന്തവും ഇല്ലാത്ത ജീവൻ ആരുടെ ജീവനാ? ദൈവത്തിൻ്റെ ജീവനാ. നമ്മളുടെയൊക്കെ ജീവൻ നമുക്ക് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായപ്പം ജീവനൊരു തുടക്കമുണ്ടായിരുന്നു, നമ്മുടെ ആ ഭൗതിക ജീവന്. പിന്നീട് നമ്മൾ മരിക്കും, ആ ഭൗതിക ജീവൻ അങ്ങ് പോകുന്നു. എന്നാൽ ആദിയില്ലാത്ത അന്തവും ഇല്ലാത്ത ജീവനാണ് നിത്യജീവൻ. ആ നിത്യജീവൻ എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കുറിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളത് ആ നിത്യജീവനെ അത് ഇപ്പം നരകത്തിൽ പോകുന്നവരും നിത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിത്യമായിട്ട് അവർ നിലനിൽക്കുന്നുണ്ട്, നിത്യമായിട്ട് അവർ തീപ്പൊയ്കയിൽ അവർ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം നരകത്തിലുള്ളവർ നിത്യമായിട്ടുണ്ട്. അപ്പം നിത്യമായിട്ടായിരിക്കുന്ന ഒരു അവസ്ഥയല്ല നിത്യജീവൻ, മറിച്ച് ദൈവത്തിൻ്റെ ജീവൻ. അത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ, അതായത് യഥാർത്ഥത്തിൽ യേശു കർത്താവിനെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ആ സമയത്ത് തന്നെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് എനിക്ക് പാപം ചെയ്യേണ്ട, എനിക്ക് അങ്ങയുടെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ യേശുവിനായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ച് അങ്ങനെ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ആ നിമിഷം തന്നെ നിത്യജീവൻ പരിശുദ്ധാത്മാവിലൂടെ നിത്യജീവൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് അധികമായിട്ട് അധികരിച്ച് വരണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് ആ ദൈവത്തിൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് യേശുവിന് അധികാരം നൽകിയത്. നമ്മളുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ഓരോ അധികാരങ്ങൾ നൽകുന്നത് ഇതിനു വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഈ ദൈവത്തിൻ്റെ ജീവനിലേക്ക്, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ആ ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ നിത്യജീവൻ നമുക്ക് കിട്ടുന്നത്? ഞാൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏകസത്യ ദൈവമായ, ഒരേ ഒരു സത്യദൈവമേ ഉള്ളൂ, ആ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പം ദൈവത്തെ അറിയുന്നതിലൂടെ യഥാർത്ഥത്തിലുള്ള ആ ദൈവത്തെ ആത്മാവാകുന്ന ആ ദൈവത്തെ നമ്മളുടെ ആത്മാവിൽ നമ്മൾ അറിയുന്ന ആ ഒരു അറിയുക എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ആ ഒരു വിവാഹ ജീവിതത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ബന്ധത്തെ കുറിക്കുന്ന ഒരു അറിയുക എന്നുള്ളൊരു വാക്ക്, അഗ്നോസ്കോ എന്ന് പറഞ്ഞൊരു വാക്കാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പുരുഷനെ അറിയാകിയാൽ ഞാൻ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ മറിയ ദൂതൻ വന്ന് പറയുമ്പോൾ പറയുന്ന കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 1:34 നമ്മൾ ഇതിനു മുമ്പും ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ദൈവത്തെ അതുപോലെ ആത്മാവിൽ അറിയുന്ന ആ ഒരു കാര്യം, അപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ശരീരത്തിൽ അറിയുന്നെന്ന് പറഞ്ഞത് ലൂക്കോസ് 1:34 അത് ഞാൻ പുരുഷനെ അറിയാകിയാൽ എന്നുള്ള വാക്ക് നോസ്കോ എന്നുള്ളൊരു പദം. അപ്പം
അറിയുക. അപ്പം ദൈവത്തെ അതുപോലെ ആത്മാവിനെ അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ജീവൻ നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടെ ജഡം, നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് ദൈവത്തെ അറിയുന്ന ഒരു ജീവൻ. പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും നമ്മുടെ മനുഷ്യാത്മാവും കൂടെ ഒരേ ആത്മാവായിട്ട് ദൈവത്തെ അറിയുന്ന, അങ്ങനെ ദൈവത്തിന് ജീവൻ പ്രാപിക്കുന്ന ഒരു പ്രോസസ്സ്. അതാണ് യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവൻ. ദൈവത്തിൻ്റെ ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നൊരു കാര്യം. കർത്താവിനെ അങ്ങനെ അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെ നമുക്ക് അങ്ങനെ അറിയുന്നതിലൂടെ, കർത്താവിനെ അങ്ങനെ അറിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പം അവിടെ കർത്താവെ എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ. നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളിൽ പെട്ടെന്ന് പരാതി വരാം, പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരാം, പെട്ടെന്ന് ചിലപ്പോൾ മറ്റാൾക്കാരെ നമ്മൾ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവം വരാം, മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കുന്ന രീതിയിലുള്ളൊരു മനോഭാവം വരാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കയ്പോ ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള മനോഭാവങ്ങൾ വരാം, ചിലപ്പം അശുദ്ധമായിട്ടുള്ള പല ചിന്തകളോ പല പ്രലോഭനങ്ങളോ അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ ഉള്ളൊരു കാര്യങ്ങളിൽ വരാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള എന്തെല്ലാം പ്രലോഭനങ്ങൾ നമ്മൾ നേരിടുന്നോ ആ സമയത്തൊക്കെ കർത്താവെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, എന്നെ അവിടുത്തെ വചനപ്രകാരം കർത്താവെ ഇവിടെ സ്വസ്ഥതയോടായിരിക്കും. ആദിസ്വയിൽ സാക്ഷ്യം പറഞ്ഞ പോലെ അവർ ഇസ്രായേൽ മക്കളെ കാനാനിൻ്റെ സ്വസ്ഥതയിലേക്ക് നയിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അവർ അലഞ്ഞു ഉഴന്നു പോയെന്ന് പറഞ്ഞതുപോലെ നമ്മളെ ആ ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ പല അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളൊക്കെ വരുമ്പം അവിടെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് യേശുവിൻ്റെ ആ ഒരു സ്വസ്ഥത പകരും. യേശുവിനെ നമുക്ക് അവിടെ അറിയാനും ഇടയനെ ആടിനെയും അറിയുന്നൊരവസ്ഥ, നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്ന, വല്ലാതെ വിഷമം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളായിരിക്കും. അവിടെ ആ സമയത്ത് നമ്മളവിടെ കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ, കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയൊക്കെ അങ്ങ് പറയുമ്പോൾ, ചിലപ്പോൾ നമ്മളുടെ ചില ആവശ്യങ്ങൾ ദൈവമേ അത് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്, എനിക്ക് എപ്പോഴാണ് ഒരു വീട് പണിയാനൊക്കുന്നത്, എനിക്ക് എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യം എന്താവും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം എന്താവും, ഭാര്യയുടെ കാര്യം എന്താവും, മക്കളുടെ കാര്യം എന്താവും, അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ എന്താവും, അല്ലെങ്കിൽ വേറെ നമ്മുടേതായ പല ആരോഗ്യ പ്രശ്നങ്ങളോ അതൊക്കെ എന്തൊക്കെയായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള പല ആകുല ചിന്തകളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട്, എനിക്കായി സകലവും നന്മയ്ക്കായി കരുതുന്നവൻ അവനെ എനിക്കായിട്ടെല്ലാം കരുതിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ പാട്ടിൽ നമ്മൾ പാടിയതുപോലെ അവൻ്റെ അവൻ്റെ സന്നിധി എനിക്ക് മതി, അവനാ എൻ്റെ ജയക്കൊടി. കർത്താവെ അവിടുന്ന് എല്ലാം എനിക്കായിട്ട് കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർത്താവെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെയല്ല, എൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയിലോ വെറുപ്പിലോ ഒരു തിടുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടകൂട്ടത്തിൽ ചെന്ന് ചാടാനല്ല, മറിച്ച് കർത്താവെ അവിടുന്ന് നയിക്കുന്നത് പോലെ അവിടുത്തെ നാഴിക പ്രകാരം കർത്താവെ അങ്ങനെ നമ്മൾ ഓരോ സമയത്ത് നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അത് ആ ക്രൂസ് എടുക്കാതെ എന്നെ അനുഗമിക്കാൻ ഒക്കത്തില്ലെന്ന് കർത്താവ് പറയുന്നത്. ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂസ് എന്ന് പറഞ്ഞാൽ അവിടെ 2 പ്ലാങ്ക്സ് ഉണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്ലാങ്ക്, തിരശ്ചീനമായിട്ടുള്ളൊരു പലകയുണ്ട്, ലംബമായിട്ട് വെർട്ടിക്കലായിട്ടുള്ളൊരു പ്ലാങ്ക് ഉണ്ട്. എന്നാലേ ക്രൂസ് ആവത്തുള്ളൂ. അപ്പം നമ്മുടെ ഇഷ്ടം ഇതുപോലെ നിൽക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവവചനമാകുന്ന വാള് മുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മളുടെ ഇഷ്ടത്തെ ദൈവവചനമാകുന്ന ആ വാളിന് അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്രൂസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടെ ഒരു യാഗമുണ്ട്. അവിടെ ആ യാഗത്തെങ്കിലാണ് ദൈവത്തിൻ്റെ പ്രസാദം. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ പാപപരിഹാരത്തിന് യാഗമായി തീർന്നു. എന്നാൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആരാധന ഒരു ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണെന്നാണ് റോമർ 12:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു യാഗം, കർത്താവേ എൻ്റെ ആ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ, പല സാഹചര്യങ്ങളും പല പ്രലോഭനങ്ങളും ഒക്കെ വരുമ്പം കർത്താവേ എൻ്റെ ആ സ്വന്തം ഇഷ്ടത്തെ ഞാൻ ഒരു യാഗമായിട്ട് ഞാനങ്ങ് അർപ്പിക്കുന്നു. ഇവിടെ അസ്വസ്ഥമായിട്ടിരിക്കാനും പരാതിപ്പെടാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഈർഷ്യയായിട്ടോ പിണക്കമായിട്ടോ ഒക്കെ ഇരിക്കാനും, ചിലരോട് ക്ഷമിക്കാതിരിക്കാനും, അവരെ ജന്മം കണ്ടാൽ ഞാനത് കണ്ണെടുത്താൽ കാണത്തില്ല, സംസാരിക്കത്തില്ല, എനിക്ക് അവരോട് വിരോധവും, അങ്ങനെയൊക്കെയുള്ള പല കയ്പും വിരോധങ്ങളും പല പരാതിയും പല അസ്വസ്ഥതകൾ, ചില നമ്മളുടെ അഭിപ്രായം ആരും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലൊക്കെ അവിടെ ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പനെ അമ്മയെ അനുസരിക്കുന്ന കാര്യത്തിൽ അവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും. പക്ഷേ അച്ഛനും അമ്മയും പറയുവാണ് മോളെ പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ, മോനെ പോയിരുന്ന് പഠിക്കുമെന്ന് പറയുമ്പോൾ, അപ്പം അവിടെ എൻ്റെ ഇഷ്ടം പോലെയല്ല, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, പപ്പ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഇഷ്ടത്തെ അങ്ങ് ബലിയർപ്പിച്ച് പപ്പ പറഞ്ഞു കണക്ക്, അച്ഛൻ പറഞ്ഞു കണക്ക് ഞാൻ പോയിരുന്നു പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ചില മോനെ അതിന് എടുത്തുകൊണ്ട് പോവാ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ ഇഷ്ടം അതാ. പക്ഷേ നമ്മളവിടെ അല്ല, പപ്പ എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന അധികാരം പറഞ്ഞതാണ്, അപ്പം എനിക്കിപ്പം വേറെ നമ്മൾ ചിലപ്പം കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത്
നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയത്ത് നമ്മളവിടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് നമ്മൾ കീഴടങ്ങി നമ്മൾ അവിടെ ഒരു യാഗം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ അതാ കർത്താവ് പറഞ്ഞത്, ക്രൂശ് എടുക്കാതെ എന്നെ അനുഗമിക്കാൻ ഒക്കെയില്ലെന്ന് പറഞ്ഞാൽ ഈ ക്രൂശിലൂടെ നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്. അത് യേശു കർത്താവിനും അങ്ങനെ ആയിരുന്നു. യേശു കർത്താവ് ഭൂമിയിൽ സർവ്വശക്തനായ ദൈവം കർത്താവ് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് തന്നെ ഒഴിച്ച് ഈ ഭൂമിയിൽ വന്നപ്പം കർത്താവ് എന്താ പറയുന്നത്, യോഹന്നാൻ 6:38 ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് കർത്താവ് യോഹന്നാൻ 6:38 പറയുന്നത്. 5:19-20 പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴും പിതാവിൻ്റെ വാക്കുകൾ ഞാൻ കൊടുത്തു എന്നുള്ള കാര്യം തൻ്റെ സ്വയത്തിൽ നിന്നൊന്നും കർത്താവ് ഈ മഹാപുരോഹിതനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ആ മനുഷ്യരാശിക്കായിട്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയായിട്ട് മഹാപുരോഹിതനായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക, നമുക്കൊരു മുൻമാതൃകയായിട്ട്. അപ്പം നമുക്കും ആ ഒരു കർത്താവ് പറഞ്ഞ ആ ഒരു ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈ നിത്യജീവൻ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല കർത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടമാവട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാനായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ആത്മാവിൽ ഒരു തുള്ളിയായിട്ട് വന്നു. അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ചിലപ്പോൾ സമയം വേസ്റ്റ് ചെയ്ത് വെറുതെ അലസമായിട്ടിരിക്കാനായിരിക്കും. പക്ഷേ ആ സമയത്ത് കർത്താവ് അവിടുന്ന് എങ്ങനെയാണ് ഈ സമയം ചെലവഴിക്കാൻ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവ് നമുക്ക് ചില കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു ഭാരം തരും, ദൈവവചനം കേൾക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ ഉള്ളൊരു ഭാരം തരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന ചില മെസ്സേജസ് വായിക്കാനോ കേൾക്കാനോ ഒക്കെ ഉള്ളൊരു ഭാരം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം തരും. അല്ലെങ്കിൽ ചിലരെ ഒന്ന് വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ചില കൂട്ടായ്മയ്ക്കായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭാരം തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചില ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ സമയത്തും ദൈവത്തിൻ്റെതായ ഒരു ഇഷ്ടം നമ്മളുടെ ജീവിതത്തിലുണ്ട്, നമ്മളുടേതായ സ്വയത്തിലുള്ള ഇഷ്ടമുണ്ട്. ഇപ്പം തന്നെ നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണമെങ്കിൽ വീട്ടിലിരുന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എന്തോ ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണയിൽ എന്തോ അവരെ വിളിച്ചതല്ലേ, പിന്നെ കാണുമ്പോൾ ചോദിക്കും എന്താ വരാഞ്ഞെന്ന് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ടെങ്കിലും എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ എന്തോ അവർ കൂട്ടായ്മയാണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ദൈവം എന്തെങ്കിലും നമ്മളോടായിട്ട് അരുളി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. അപ്പോൾ അവിടെ ആ ഒരു സ്വന്തം ഇഷ്ടത്തെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് കൂടി ആയിരിക്കുന്നത്. ഇപ്പം ഓൺലൈനായിട്ട് ഇരിക്കുന്ന സഹോദരങ്ങൾ, ദൂരവേ ആയിരിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വേറെ പല കാര്യങ്ങളിൽ ഏർപ്പെടാമെന്ന ദൈവവചനത്തെ ഒന്ന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവർ ആ ഒരു വില കൊടുത്ത്, സ്വയജീവൻ്റെ ഒരു വില കൊടുത്ത, അപ്പോൾ അവിടെ ആ ഒരു നിത്യജീവൻ ഉണ്ടാകുന്ന അതാ ദൈവത്തെ അറിയുന്നത്. അല്ലാതെ നമ്മളിപ്പം എന്തെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് എന്തെങ്കിലുമൊക്കെ കുറേ തിയോളജിക്കൽ ഡിഗ്രീസ് നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ബുദ്ധിയിൽ കുറേ കാര്യങ്ങൾ അറിയുന്നു. ഒത്തിരി ബൈബിളൊക്കെ വളരെ മനപ്പാഠം പഠിച്ച് കാണാതെ പഠിച്ച് ഉള്ള പല ആൾക്കാരുണ്ട്, പല മുസ്ലിം പണ്ഡിതന്മാർ ബൈബിളിനെ അവർ തർക്കിക്കാൻ വേണ്ടി ബൈബിളൊക്കെ ഒത്തിരി മനപ്പാഠമായിട്ട് പഠിച്ച ഒത്തിരി ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അവരൊക്കെ ഇതെല്ലാം ഒരു അറിവായിട്ട് നിൽക്കുക. ഈവൻ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നവരും പലരുമൊക്കെ ഭയങ്കര ബൈബിൾ കോളേജ് ഭയങ്കര PhDയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു അറിവില്ലാതെ ഇതെല്ലാം ഒരു ദേഹിയിലുള്ള അറിവ് ചീർപ്പിക്കുന്നു എന്ന് 1 Corinthians 8 പറയുന്ന പോലെ ദേഹിയിൽ, അതായത് നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു അറിവായിട്ട് മാറുന്നൊരു അറിവുണ്ട്. ആ അറിവ് അത് മരണത്തിലേക്ക് നയിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നാണ് 2 Corinthians 3:6 നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ ആത്മമണവാളന കർത്താവിനെ അറിയുന്ന ഒരു അറിവ്, ആ നിത്യജീവനിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു അധികാരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് അവിടെ 2ാമത്തെ വാക്യത്തിലെ പുത്രന് എല്ലാ അധികാരവും നൽകിയത് മറ്റുള്ളവർക്ക് നിത്യജീവനെ കൊടുക്കാനാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലും ഈ ജീവൻ ഏറ്റെടുത്ത് നമ്മളെ വാക്കിലൂടെയും പ്രവർത്തികളിലൂടെയൊക്കെ മറ്റുള്ളവരെയും ഈ ജീവനിലേക്ക് നയിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ 4ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അവിടെയും കർത്താവിന് എങ്ങനെയാണ് ഇഷ്ടം തികയാൻ ഈ ക്രൂസിൻ്റെ വഴി എന്നുള്ള ഈ ഒരു സ്വയജീവന മരണം പുനരുദ്ധാനം എന്നുള്ള ഈ ഒരു സന്ദേശം ക്രിസ്തീയ ലോകത്ത് കേൾക്കാനേ ഇല്ലാത്തൊരു സന്ദേശമാണ്. നമ്മൾ ഒത്തിരി യൂട്യൂബ് ചാനലുകൾ, ഒത്തിരി ചർച്ചസിൻ്റെ മെസ്സേജസൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരും, നിങ്ങളൊക്കെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങൾക്ക് എതിരായിട്ട് ഉള്ള ആൾക്കാരെയൊക്കെ ദൈവം നാശാഘോഷമാക്കും, ദൈവം നിങ്ങളെ ഇതാക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നമ്മുടെ സ്വയജീവനെ ഒന്നുകൂടെ ഒന്ന് സുഖിപ്പിക്കുന്ന കർണരസകരമായ സന്ദേശങ്ങളെ കുറിച്ചൊക്കെ 2 തിമോത്തിയോസ് 4:3 3-ാമത്തെ വാക്യത്തിലൊക്കെ ആ ഒരു ടിക്ലിങ് യുവർ ഇയേഴ്സ്, ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വാക്യത്തിലേക്ക് ഒന്ന് പോകണമെങ്കിൽ 2 തിമോത്തിയോസ് 4:3 എൻ്റെ ഓർമ്മ, കർണരസകരമായ
ഉപദേശങ്ങളെക്കുറിച്ച് നമ്മളിവിടെ അതെ അത് തന്നെ 3-ാമത്തെ വാക്യം 2 തിമോത്തിയോസ്, അതായത് തിമോത്തിയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം, പൗലോസിൻ്റെ തന്നെ അവസാനത്തെ ലേഖനം കാരാഗൃഹത്തിൽ വെച്ച് തന്നെ എഴുതുക. അവിടെ പൗലോസ് പറയുക, അവർ പഥ്യോപദേശം പൊറുക്കാതെ യഥാർത്ഥത്തിലുള്ള സൗണ്ട് ഡോക്ട്രിൻ, യഥാർത്ഥത്തിലുള്ള ഇപ്പം നല്ല ഫുഡുണ്ട്, ജങ്ക് ഫുഡുണ്ട്, രുചിക്ക് വേണ്ടി ജങ്ക് ഫുഡ്, കുറേ മധുരം, കുറേ ബേക്കറി, കുറേ അത് ഇത് എണ്ണ കൊഴുപ്പ്. അപ്പോൾ ആ പഥ്യമായിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡുണ്ട്, ഹൈജീനിക് ഫുഡുണ്ട് എന്ന് അതല്ലാതെ ഹൈജീനിക് അല്ലാത്ത ആയിട്ടുള്ള ജങ്ക് ഫുഡും കാര്യങ്ങളും. അപ്പോൾ അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്, അതായത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ നിക്കിളിയാക്കി അവർക്ക് ഭയങ്കര സന്തോഷം, നല്ല രസം, ഒന്നുകൂടി നിക്കിളിയാക്കാൻ പറയും എന്ന് പറയുന്നത് കർണരസം. അവർക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷം. ആ ദൈവം നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ച ആൾക്കാരെ ദൈവം ന്യായം വിധിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങൾക്ക് അത് തരും, നിങ്ങളെ എന്തിപ്പോൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു അത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളങ്ങ് ചോദിച്ചാൽ ദൈവം അത് തരും. പക്ഷെ നിങ്ങൾ ഫീസായിട്ട് സ്തോത്ര കാഴ്ചപ്പെട്ടിയിൽ ഈ ബാഗ് ഇങ്ങനെ പാസ് അറൗണ്ട് ചെയ്യും, ഇങ്ങനെ അതിനകത്ത് നിങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങൾ ഇടുന്നതിൻ്റെ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തീയതയെ ഒരു ബിസിനസ്സാക്കി തീർത്ത് കള്ളന്മാരും കള്ളപ്രവാചകന്മാരും വ്യാജ പ്രവാചകന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തീയ ലോകത്താണ് നമ്മളുള്ളത്. എന്നാൽ അവിടെ ആ പഥ്യോപദേശത്തെയൊക്കെ പൊറുക്കാതെ കർണരസം മാറുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം, അതായത് സ്വയം ഞാൻ എന്ന് പറഞ്ഞാൽ ആ ഈഗോയെ ഒന്ന് പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒത്തിരി ആൾക്കാർ തടിച്ചു കൂടുമോ. അവർക്ക് അവിടെ ഭയങ്കര കൺവെൻഷൻ നടക്കുന്നു, ഭയങ്കര ദൈവം തീ ഇറക്കി, തീ ഹലോ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാടി സ്റ്റേജെല്ലാം തകർത്തുകൊണ്ട് ഓടിച്ചാടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ഉണർവ് വന്നു. എന്തുവാ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അതേ അതേ പാപ ജീവിതത്തിലൊക്കെ ആരോടും ക്ഷമിക്കാനും വയ്യ, പൊറുക്കാനും വയ്യ, വല്ലാത്ത അവരുടേതായ സ്വാർത്ഥപരമായിട്ടുള്ള ജീവിതം, പണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിശ്വസ്തത ഇല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഒരു മാതൃകയില്ലാത്ത ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോയി ക്രിസ്തീയ നേതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാർ തന്നെ, ക്രിസ്തീയ നേതാക്കന്മാർ ഞാൻ അവരെ വിളിക്കത്തില്ല, ക്രിസ്തീയ നേതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ ക്രിസ്തീയ നേതാക്കന്മാരല്ല, മറിച്ച് അവർ പണത്തിൻ്റെ ദൈവദാസന്മാരല്ല, ദ്രവ്യദാസന്മാർ. അപ്പം അങ്ങനെയുള്ള ദ്രവ്യദാസന്മാരും ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു സ്വന്തം മുഖങ്ങൾക്കൊത്തവണ്ണമുള്ള അത് നമ്മൾ വായിക്കുന്നത് 2 തിമോത്തിയോസ് 4:3 സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കുകയും ചെയ്യും. അതേ മൾട്ടിപ്ലൈയിങ്, അത് അക്യുമുലേറ്റ് ഫോർ ദംസെൽസ്. അവർ അങ്ങനെയുള്ളതിന് വേണ്ടി ആൾക്കാർക്ക് നെട്ടോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ആൾ കൂടണമെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പെരുക്കുക ചെയ്യുന്നത്, അക്യുമുലേറ്റ് ഫോർ ദംസെൽസ്. അങ്ങനെ അങ്ങനെയുള്ളതിന് ഭയങ്കര സബ്സ്ക്രിപ്ഷൻ, ഭയങ്കര റേറ്റിംഗ്, ഭയങ്കര ആൾക്കൂട്ടം, ഭയങ്കര ഉണർവ് കാര്യങ്ങളൊക്കെ എല്ലാം. എന്നാൽ അതൊക്കെ ഒന്നുമില്ല. ഈ സോപ്പുകുമ്പളം മാതിരി അത് അവരുടെ ഒരു വയറ്റിപ്പഴുപ്പിനായിട്ട് അവരുടേതായ പല ബിസിനസ് സാമ്രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ക്രൂസിൻ്റെ വഴി അല്ലെങ്കിൽ പഥ്യോപദേശം, കർത്താവ് തന്നെ ഏറ്റവും അധികമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ, ഏറ്റവും അധികം കർത്താവിൻ്റെ ടീച്ചിങ്സിൽ പറയുന്നത് എന്താ, സ്വന്തം ജീവനെ കളയുന്നവൻ അതിനെ നേടും, അതിനെ കൂട്ടി അതിനെ കളയാതിരിക്കുകയാണെങ്കിൽ അത് നിത്യമായിട്ട് അത് നശിച്ചു പോകും എന്നുള്ളൊരു ഉപദേശം കർത്താവ്. അതാ ക്രൂസിൻ്റെ ഉപദേശം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടം. ഓരോ സമയത്തും നമ്മൾ ആ സ്വന്തം ഇഷ്ടത്തെ കളയുമ്പോഴാണ് സ്വന്തം ഇഷ്ടത്തെ യാഗമായിട്ട് കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച അതിലാണ് യഥാർത്ഥത്തിൽ അതിലൂടെ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളത്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് യോഹന്നാൻ 17:4 വരുമ്പോൾ എങ്ങനെ യേശു കർത്താവ് ഭൂമിയിൽ മഹത്വപ്പെടുത്തിയത്, പിതാവിനെ മഹത്വപ്പെടുത്തിയത്, നമുക്ക് എങ്ങനെ ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നത്? അതാ കർത്താവ് പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവിന് സ്വന്തമായിട്ട് പല കാര്യങ്ങളൊക്കെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ കർത്താവിന് ഗിഫ്റ്റ്സ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാതെ താൻ 40 നാൾ വിശന്നിരിക്കുന്ന സമയത്ത് 2 കല്ലെടുത്ത് അപ്പമാക്കാൻ സാത്താന് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവിടെ പോലും സ്വന്തം താല്പര്യത്തിനൊത്തവണ്ണം അത്രയും വലിയ അതികഠിനമായിട്ടുള്ള വിശപ്പിലും കർത്താവ് സ്വന്തം ഇഷ്ടം, പിതാവ് എന്താണ് പറഞ്ഞത്, പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനമാണ്, ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അവിടെ മത്തായി 4:4 ലൂക്കോസ് 4:4 പറയുന്നത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും എപ്പോഴാണ് നമുക്ക് ഒരു ജീവനിലേക്ക് വരാൻ സാധിക്കുന്നത്? ഇന്ന് ജീവനിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ഇപ്പം രക്ഷിക്കപ്പെടാനുള്ള ആൾക്കാർ, രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ രക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ജീവൻ, ആ ഈഗോ, നിഗളം കൊണ്ട് മാത്രമാണ് ആൾക്കാർ നരകത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം നിഗളമാണ്.
നിഗളം എന്ന് പറഞ്ഞാൽ എന്താ? നിഗളം എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കായതുകൊണ്ട് ഒരു ഒരു യൂട്യൂബിൽ കമൻ്റായിട്ട് നിഗളം എന്ന് പറഞ്ഞാൽ എന്താ ആലോചിച്ച് ചോദിച്ചു. ഞാൻ പിന്നെ നിഗളം എന്ന് പറഞ്ഞാൽ പ്രൈഡ്, അഹങ്കാരം എന്നൊക്കെ പിന്നെ റിപ്ലൈ ആയിട്ട് മീനിങ് കൊടുത്തു. എന്നുവെച്ചാൽ അവർ കുറ്റം പറയാനൊക്കെ നിഗളം എന്നുള്ള വാക്ക് എന്താ മലയാളത്തിലുള്ളൊരു പദമാണെങ്കിൽ പോലും അത് ബൈബിൾ മലയാളത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അല്ലാത്തവർക്ക് നിഗളം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു ഭാവം. അപ്പോൾ ആ ഒരു ഞാൻ, എൻ്റെ സ്വന്തം ഇഷ്ടം, എൻ്റെ വഴിയെ ഞാൻ പോകും എന്നുള്ള ആ ഒരു ധാർഷ്ട്യം കാരണം മാത്രമാണ് ആരെങ്കിലും നരകത്തിലെത്തുന്നെങ്കിൽ നരകത്തിലെത്താനുള്ള കാരണം. എന്നാൽ ആ നിത്യജീവനിലേക്ക്, ദൈവത്തിലേക്ക് വരാനുള്ള ഏക തടസ്സം നമ്മളുടെ ആ സ്വയമാണ്. ബാക്കിയുള്ളവരെന്ത് പറയും, പാരമ്പര്യം, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, എൻ്റെ ആങ്ങളമാരെന്ത് പറയും, എൻ്റെ അളിയന്മാരെന്ത് പറയും, എൻ്റെ നാത്തുമാരെന്ത് പറയും, എൻ്റെ അയൽവക്കക്കാരെന്ത് പറയും, എൻ്റെ ചാർച്ചക്കാരെന്ത് പറയും, എൻ്റെ സുഹൃത്തുക്കൾ എന്ത് പറയും, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അവസാനം നിത്യതയിൽ മരണശേഷം എങ്ങോട്ടാ എന്നുള്ളൊരു കാര്യമാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം. യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പാകെ ഒരു ദിവസം കണക്ക് കൊടുക്കുമ്പോൾ ഈ ആങ്ങളമാരും നാത്തുമാരും അളിയന്മാരും ചർച്ചക്കാരും ഒന്നും നമ്മളെ കാണത്തില്ല. അവരും അതേ വഴിയെ അവർ പോവുകയാണെങ്കിൽ അവരും ആ നിത്യനാശത്തിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ക്രൂശിൽ യാഗമായിട്ടുള്ള യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവെ അവിടുന്ന് മാത്രമാണ് സത്യദൈവം എന്ന് വിളിച്ചപേക്ഷിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനും ഇല്ല, നമ്മൾ നിത്യമായിട്ടുള്ള നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ആ നിത്യജീവൻ പ്രാപിച്ചതിന് ശേഷവും അതിൽ തന്നെ അങ്ങ് ഒരു ശുഷ്കിച്ച ഒരു ജീവനിൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു ഇതിൽ നമ്മൾ ജീവിക്കണമെന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ആ നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്ക് വരണം. അതാ നമ്മൾ ഈ പറയുന്ന ക്രൂശിൻ്റെ വഴി. ആ ക്രൂശിൻ്റെ വഴിയിൽ തന്നെയാണ് രക്ഷ തുടങ്ങുന്നത്. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ആ സ്വന്തം ഇഷ്ടത്തെ, മൈ വിൽ, എൻ്റെ ഇച്ഛയെ താഴ്ത്തി ഏൽപ്പിക്കുന്നിടത്ത് യഥാർത്ഥത്തിലുള്ള രക്ഷ നടക്കുന്നത്. ആ രക്ഷയിലുള്ള വളർച്ചയെ അവിടെ തന്നെ നടക്കുന്നുള്ളൂ. അത് ക്രൂശെടുക്കാതെ തന്നെ അനുഗമിക്കാനേ പറ്റത്തില്ല. വേറെ 10 വഴിയില്ല, ഒരേ ഒരു വഴിയുള്ളൂ, ഈ ക്രൂശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രസംഗിക്കപ്പെടാത്തതായിട്ടുള്ള, ഈ ക്രിസ്തീയ എന്ന് പറയുന്ന ലോകത്ത്, യഥാർത്ഥത്തിൽ ക്രിസ്തീയ എന്നുള്ള വാക്ക് അതിന് യോഗ്യതയില്ല. എന്നാൽ ഇത് ക്രിസ്തീയ എന്ന് പറയുന്ന ലോകത്ത് പ്രസംഗിക്കപ്പെടാത്തതായിട്ടുള്ള ചുരുക്കയിടങ്ങളിൽ യഥാർത്ഥത്തിലുള്ള സത്യോപദേശം പറയുന്ന ആൾക്കാർ ഉണ്ട് തീർച്ചയായിട്ടും. എന്നാൽ മെജോറിറ്റി, ഭൂരിഭാഗം ഇടങ്ങളിലും ഇതിനെല്ലാം ഒരു ബിസിനസ്സാക്കി തീർത്തു. അത് അവരുടേതായ പല സാമ്രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ, കള്ളപ്പണവും ബാക്കി എന്തെല്ലാം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്ന, ജാതികളുടെ ഇടയിൽ യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നവരായിട്ടുള്ള ഒത്തിരി ബാഡ് എക്സാമ്പിൾസ്, തെറ്റായ ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ അവരുടെയൊക്കെ മധ്യത്തിൽ ഒരു വെളിച്ചമായിട്ട് ദൈവത്തിൻ്റെ ജീവനോടുകൂടി ഈ ക്രൂശിൻ്റെ വഴിയെ അത് ഉയർത്തിപ്പിടിക്കുവാനാണ് ദൈവം നമ്മളെ സഭയായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് കർത്താവ് 4-ാമത്തെ വാക്യത്തിൽ ഞാൻ ഭൂമിയിൽ പിതാവിനെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നു, നീ ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ സമയത്ത് പിതാവിന് ഇഷ്ടം ചെയ്ത യേശു പിതാവിനെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവേ, എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ, എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കണം. എനിക്ക് ചിലപ്പം വചനം കേൾക്കുമ്പോൾ ഇന്ന് ഉറങ്ങാനായിരിക്കും എൻ്റെ ഇഷ്ടം. പക്ഷേ കർത്താവ്, എനിക്ക് അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം എന്താണോ, അവിടുന്ന് എന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് കേൾക്കണം. അതിനായിട്ട് എനിക്കൊരു താല്പര്യം വേണം. കർത്താവേ, അവിടുത്തെ വചനത്തിൽ എന്താ പറയുന്നത്? കർത്താവേ, അവിടുന്ന് എന്താ എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? കാരണം ഓരോ ദിവസവും കർത്താവ് അവിടുത്തെ ഇഷ്ടം എനിക്ക് ചെയ്യണം. ഓരോ ദിവസവും അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എഫേസ്യർ 2:10 ചിന്തിച്ചു. കൈപ്പണിയായിട്ട്, ക്രിസ്തുവിൽ കൈപ്പണിയായിട്ട് ഓരോ ദിവസവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ കാണും, നമ്മൾ ഉത്സാഹിപ്പിക്കേണ്ടതായ ആൾക്കാർ കാണും. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം, നമ്മുടെ അയൽപക്കത്തുള്ളവർ, സഹപ്രവർത്തകരോ, നമ്മൾ ബന്ധപ്പെടുന്ന പല ആൾക്കാർ കാണും. അവിടെയൊക്കെ ജീവൻ്റെ വാക്കുകളെ പകരുവാനും ഒക്കെ അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു കാര്യം. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവെ അവിടുന്ന് തന്ന പ്രവൃത്തി ചെയ്ത് ഞാൻ ഭൂമിയിൽ അവിടുത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. 5-ാമത്തെ വാക്യം, ഇപ്പോൾ പിതാവ് ലോകം ഉണ്ടാകും മുമ്പേ, നമ്മൾ ആദ്യം ചിന്തിച്ചു ആ മഹത്വത്തിലേക്ക്. ലോകം ഉണ്ടാകും മുമ്പേ ഇന്ന് യഹോവ സാക്ഷിക്കാരെന്ന് പറയുന്ന പല ദുരുപദേശക്കാരുണ്ട്. അവർ യേശു ദൈവം അല്ലെന്ന് പറയുന്ന, മനുഷ്യനാണെന്ന് പറയുന്ന ദുരുപദേശം. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, വ്യക്തമായിട്ട് പറയുന്നത് വചനത്തിൽ, ലോകം ഉണ്ടാകും മുമ്പേ തനിക്കുണ്ടായിരുന്ന പിതാവിനോട് ഈക്വലായിട്ടുള്ള ആ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണേ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പിതാവ് ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാനങ്ങ് പറയുക. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചു ഇരിക്കുന്നു. അവിടെ കർത്താവ് പറയുക, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള, ലോകത്തിൽ എത്രയോ പേര് അന്ന് ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ എല്ലാ ഇടയിൽ നിന്ന്
യുദാസിനെ അങ്ങ് മാറ്റി നിർത്തിയാലും ബാക്കിയുള്ള 11 പേര് യുദാസിനെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ കൊടുത്ത യുദാസ് പിന്നീട് വഞ്ചകനായി തീർന്നു എന്നൊക്കെയാണ് ലൂക്കോസ് 6:16 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ ബാക്കിയുള്ള 11 പേരും ആ ഒരു തീക്ഷ്ണതയിൽ തന്നെ അവർ നിന്നു. അപ്പോൾ ആ ലോകത്തിൽ നിന്ന് എനിക്കുള്ളവർ, ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു നാമക്കാർ എന്ന് പറയുന്ന ദുരുപദേശം പറയുന്ന വേറൊരു കൂട്ട സഹോദരങ്ങളുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരൊക്കെ തന്നെ ആയിരിക്കാം പലരും തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നല്ല, യേശു നാമം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഇത് മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയും മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം യേശു വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ നാമം, അപ്പം പിതാവും പുത്രനും എല്ലാം ഒന്നാന്നൊക്കെ പറയുന്ന ഒരു ദുരുപദേശം അവർ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് എന്താ ഇവിടെ പറയുന്നേ? എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് എന്ത് നാമമാണ് വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഇതേ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, യോഹന്നാൻ 1:18 വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ആരെ വെളിപ്പെടുത്തി? പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ആരുടെ നാമം വെളിപ്പെടുത്തിയെന്ന് വെച്ചാൽ പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി. അപ്പം പഴയ നിയമത്തിലെ യഹോവ എന്നുള്ളൊരു നാമം, ഞാനാകുന്നു എന്നുള്ള യഹോവ എന്നുള്ളൊരു നാമം ദൈവത്തിൻ്റെ നാമമായിട്ട് മോശയ്ക്ക് പുറപ്പാട് 3:14 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യേശു വന്ന യഹോവയായ ദൈവം എന്ന് പറഞ്ഞ് അങ്ങ് വെളിപ്പെടുത്തിയായിരുന്നില്ല. ആ യഹോവയായ ദൈവം നിങ്ങളുടെ പിതാവാണ്, പിതാവിൻ്റെ നാമം കർത്താവ് വെളിപ്പെടുത്തി. ആ നാമം എന്നുള്ള വാക്ക് അനോമ എന്നുള്ളൊരു ഗ്രീക്ക് പദം. ആ നാമം എന്നുള്ള വാക്കിന് ഒരാളുടെ പേര് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ആ പേരിനോടുകൂടെ എന്തെല്ലാം ഉണ്ടോ അതും ആ നാമത്തോട് ചേർന്ന് വരുന്നതാണ്. എവറിത്തിങ് ദാറ്റ് നെയിം കവേഴ്സ്, നെയിം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിലും ആ ഒരു ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒരാളുടെ നാമം എന്ന് പറയുമ്പോൾ സന്ദീപ് അല്ലെങ്കിൽ ജഗത് മാത്യു അല്ലെങ്കിൽ നാരായണൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നാമം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പേര് മാത്രമല്ല, ആ പേരിൻ്റെ പുറകിലുള്ള വ്യക്തിയെയും കൂടെ, ആ വ്യക്തിയുടെ സ്വഭാവത്തെ എല്ലാം അങ്ങ് അത് കൺവേ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നാമം എന്നുള്ള വാക്കിന് എവറിത്തിങ് ദാറ്റ് നെയിം കവേഴ്സ്, റാങ്ക്, അതോറിറ്റി, ഇൻട്രസ്റ്റ്, പ്ലഷേഴ്സ്, കമാൻഡ്, എക്സലൻസ്. ആ ഒരു നാമം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു നാമം എന്ന് പറഞ്ഞാൽ പേരെന്നുള്ളത്, പേരും ആ പേരിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയുടെ ആ ഒരു സ്വഭാവം, ആ പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി പറഞ്ഞാൽ പിതാവിൻ്റെ സ്വഭാവത്തെ, പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തി. പിതാവ്, അതാണ് നമ്മളിപ്പോൾ യോഹന്നാൻ 1:18 യേശു പിതാവിനെ വെളിപ്പെടുത്തി എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ, അത് ഞാൻ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുക. യോഹന്നാൻ 17:6 വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യുക. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം, പിതാവെ അങ്ങയുടെ നാമം, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ആകുലപ്പെടരുത് എന്ന് പറയുമ്പോൾ അവിടെ മത്തായി 6-ാം നമുക്കറിയാം, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ ലില്ലിപ്പൂവുകളെ നോക്കുവിൻ, നിങ്ങളുടെ പിതാവ് അവരെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്രയധികം കരുതുമെന്നൊക്കെ മത്തായി 6-ാം 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം പിതാവിൻ്റെ സ്നേഹം, മനുഷ്യർ ദോഷികളായിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കള് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുമോ, അല്ലെങ്കിൽ മീൻ ചോദിക്കുമ്പം പാമ്പിനെ എടുത്ത് കൊടുക്കുമോ, തെളിനെ കൊടുക്കുമോ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട്. ദോഷികളായിട്ടുള്ള പിതാക്കന്മാർ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ വന്ന് ചോറുതാന്ന് പറയുമ്പോൾ നമ്മൾ കല്ലെടുത്ത് കൊടുക്കുമോ, അല്ലെങ്കിൽ പാമ്പിനെ തെളിനെ പിടിച്ച് കൊടുക്കുമോ? ഒരിക്കലും. എത്ര ദോഷികളായിട്ടുള്ള പിതാക്കന്മാർ പോലും അങ്ങനെ കൊടുക്കത്തില്ല. എന്നാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് അപ്പം നിങ്ങൾക്ക് എത്രയധികം നിങ്ങൾക്ക് നന്മയായതിനെ പരിശുദ്ധാത്മാവിനെ നൽകുന്നൊക്കെ ലൂക്കോസ് 11-ാം മത്തായി 7-ാം ഒക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ യേശു പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു, പിതാവിൻ്റെ സ്വഭാവം, പിതാവിൻ്റെ സ്നേഹം. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 14:9 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ പിതാവ്, യേശു കർത്താവ് കാല് കഴുകുമ്പോൾ, ശിഷ്യന്മാരുടെ കാല് കഴിയുമ്പോൾ അവിടെ പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക, യഥാർത്ഥത്തിൽ പിതാവ് ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അവിടെ യേശു കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. അപ്പം അതാ നമ്മളിവിടെ വായിക്കുന്നത് 17-ാം 6-ാമത്തെ നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു. എങ്ങനെയാ ഈ ദൈവത്തിൻ്റെ സ്വഭാവം വെച്ചാൽ, നമുക്ക് യേശു മുന്നോടി എന്ന് പറയുമ്പം യേശു പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി. ഇന്ന് നമുക്ക് തന്നിട്ടുള്ളവർക്ക് നമ്മൾ ആരുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ളൊരു ചോദ്യം. നമ്മളുടെ ഒരു സ്വയത്തിൻ്റെ ഒരു ജഡത്തിൻ്റെ സ്വഭാവമാണോ അതോ നമ്മൾ യേശുവിൻ്റെ സ്വഭാവമാണോ വെളിപ്പെടുത്തുന്നത്? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊരു വാക്യം നമ്മൾ ഇടയ്ക്ക് നമ്മളിത് കോട്ട് ചെയ്തിട്ടുണ്ട്, സാഗ്ബേർ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്യം ഞാനത് ഇതിനു മുമ്പും കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ 33-ാം അധ്യായത്തിൽ
ഇയ്യോബ് 33:7 എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എൻ്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുകയില്ല എന്ന് പറയുന്നൊരു വാക്യം. വെച്ചാൽ അവിടെ ബിഹോൾഡ് നോ ഫിയർ ഓഫ് മീ ഷുഡ് ടെറിഫൈ യു, നോ ഷുഡ് മൈ പ്രഷർ വേ ഹെവിലി ഓൺ യു എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മളുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, നമ്മുടെ അയൽവക്കത്തുകാരൊക്കെ നമ്മളെ കാണുമ്പോൾ ഓ ദൈവം വന്നിരിക്കുന്നു, അവർക്ക് നമ്മളൊരു ഇത് ഭയങ്കര ടോർച്ചർ, വലിയൊരു ഭയങ്കര ഒരു നിയമവാദിയായിട്ട്, ഭയങ്കര ഒരു കരുണയില്ലാത്ത, എല്ലാത്തിനും വഴക്കുണ്ടാക്കുന്ന ഒരു വഴക്കാളി, അങ്ങനെ ഒരു, അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങ് തർക്കിക്കുകയും വാദിക്കുകയും എല്ലാവർക്കും അങ്ങനെ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും ഒക്കെയാണോ? അത് എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുകയില്ല, എൻ്റെ ഖനം നിനക്ക് ഭാരമായിരിക്കില്ല, നോ ഷുഡ് മൈ പ്രഷർ വേ ഹെവിലി ഓൺ. ശരിയാണ്, ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, ഫേമായിട്ടൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ദൈവവും കാർക്കശ്യമുള്ളവനാണ്. ഇയ്യോബ് 33:7 ദൈവം കാർക്കശ്യമുള്ളവനാണ്. എന്നാൽ അവിടെ ദൈവം സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നു, സ്നേഹത്തിൽ സത്യത്തെ സംസാരിക്കുന്നു, സ്നേഹത്തിൽ സത്യത്തെ കൈക്കൊണ്ടെന്നൊക്കെ എഫേസ്യർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ, ഓഫ്കോഴ്സ് നമ്മളിപ്പം നമ്മളുടെ മക്കളോട് ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫേമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കീഴുദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫേമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവിടെ എന്താണ് പറയുന്നത്, നമ്മളെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ടെററാണോ, അതോ നമ്മളെ കാണുമ്പോൾ എന്ത് നമ്മളോട് വന്ന് തുറന്ന് പറയാനൊക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരിയായിട്ടാണോ? നമുക്ക് മറ്റുള്ളവർക്ക് അപ്രോച്ചബിൾ, നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണോ? ഇപ്പോൾ ഇവിടെ യേശു പറയും, ഞാൻ പിതാവിനെ അതാ നമ്മളിപ്പം 6-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം, നിൻ്റെ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു പിതാവിൻ്റെ സ്വഭാവത്തെ അതുപോലെ വെളിപ്പെടുത്തി. യേശു സർവശക്തനായ പുത്രനായിട്ട് വന്നങ്ങ് വെളിപ്പെടുത്തുകയായിരുന്നില്ല. കർത്താവ് തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് കർത്താവിനെ എങ്ങനെ വെളിപ്പെടുത്താൻ സാധിച്ചു വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ക്രൂസിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം. ഓരോ സമയത്ത് പിതാവേ അവിടുന്ന് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവിടെ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, പിതാവ് പറയുന്നത് പോലെ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ ഇതേ യോഹന്നാൻ 12 അവസാനം 49-ാമത്തെ വാക്യത്തിൽ ഇതേ യോഹന്നാൻ 12:49 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം ക്രൂശിലാണെങ്കിൽ നമ്മെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തി സമർപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മാവിൽ നിന്നുള്ള വാക്കുകളായിരിക്കും വരുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് പറയും, പക്ഷെ അത് ഒരിക്കലും ഒരാളെ മുറിപ്പെടുത്തണമെന്ന് വിചാരിച്ച് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉറങ്ങിയിരിക്കുന്ന ആളെ തട്ടി എഴുന്നേൽക്കുമ്പോൾ ശരിയാണ് ഒരു ചമ്മലുണ്ടെങ്കിലും അവിടെ ഒരു മുറിപ്പെടുത്തണമെന്നല്ല, ഒരു ആത്മാവിൻ്റെ ഒരു കാർക്കശ്യം, ഒരു തീക്ഷ്ണത, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയുമ്പോൾ അത് അവിടെ ഒരു യേശു കർത്താവ് തന്നെ എത്ര ഫേമായിട്ട്, എത്ര സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് ആ യെരുശലേമിനെ ഓർത്ത് കരയുന്നതാണ്. അതിന് ശേഷം നമ്മൾ മത്തായി 23:37 വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്ന യെരുശലേമേ എന്ന് വിളിച്ച് കർത്താവ് യെരുശലേമിനായിട്ട് വിലപിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു കൃപയും സത്യവും കർത്താവിൽ നിറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ യോഹന്നാൻ 1:14. കൃപ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ടെൻഡർ ആട്രിബ്യൂട്ട്സ്, സ്നേഹവും മനസ്സിലും കരുണയൊക്കെ, സത്യവും എന്ന് പറയുമ്പോൾ ആ കാർക്കശ്യവും തീക്ഷ്ണതയും ആ ഒരു ദൈവത്തിനായിട്ടുള്ള ഒരു നിലപാടും ഒക്കെ, ആ ഒരു കാർക്കശ്യം തീക്ഷ്ണതയൊക്കെ അതിനകത്ത് വരുന്നൊരു സത്യത്തിനായിട്ടുള്ളൊരു നിലപാടും ഒക്കെ വരുന്ന വരുമ്പോൾ പിതാവിനെ അതുപോലെ, പിതാവിൻ്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ പിതാവിൻ്റെ ആ ഒരു കാർക്കശ്യം വെളിപ്പെടുത്തി. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജഡത്തിൻ്റെ ഒരു നാറ്റമാണോ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുന്നത്, അതോ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണോ? അത് എങ്ങനെ അതിൽ നമ്മളെപ്പോഴും നമ്മുടെ സഭയിൽ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങളിൽ നമ്മുടെ മർത്യ ശരീരത്തിൽ യേശുവിനെ മരണം വഹിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്താൻ പറ്റുന്നതെന്ന് നമ്മളവിടെ പറയുന്നത്. നമ്മളുടെ, അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, പിതാവേ അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ്, യേശുവെ അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാ നമ്മളുടെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് നമ്മൾ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, മനസ്സലിവോടെ, ക്ഷമയോടെ ഒക്കെ കാര്യങ്ങളെ കാണുവാനും സ്വർഗീയമായ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ ആ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ യോഹന്നാൻ 17:1 വായിക്കുന്നത്. നമ്മളുടെ ഓരോ സാഹചര്യത്തെ ആ ഒരു സ്വർഗീയ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണാനും ആ ഒരു സ്വസ്ഥതയോടെ കാര്യങ്ങളെ കാണാൻ. എന്നാൽ ചില സമയത്ത് ചില കാര്യങ്ങൾ അത് പറ്റത്തില്ല, അത് ഫേമായിട്ട് ചില സ്റ്റാൻഡ് എടുക്കേണ്ട സമയത്ത് നമ്മളത് ഫേമായിട്ട് ആ ഒരു ജഡത്തിലുള്ള ഒരു ഭയങ്കര ഒരു ഇളക്കപ്പെരുപ്പത്തിലല്ല, മറിച്ച് അസ്വസ്ഥതയിലല്ല, മറിച്ച് ആത്മാവിൽ നിന്നുള്ള ഒരു വലിയൊരു തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾക്കായിട്ട്, ദൈവത്തിൻ്റെ വചനത്തിനായിട്ട്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനായിട്ട്
ദൈവത്തിൻ്റെ ആ ഒരു ആ ഒരു കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഫേമായിട്ട് ചില കാര്യങ്ങളോട് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അതിൻ്റെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ വേണ്ടാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ നോ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് പോലെ സ്ട്രിക്റ്റായിട്ട് ചില ദൈവവചന പ്രകാരം ഒരു നിലപാടെടുക്കുന്ന പോലെ ആത്മാവിൽ നിന്നുള്ളൊരു കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് നോ എന്ന് പറയുന്നിടത്ത് ഫേമായിട്ട് നോ എന്ന് പറയുന്ന അതുപോലെയുള്ള പാപത്തിലായിരിക്കുന്നവരെയും അതുപോലെ അതിൽ നിന്ന് അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെയും പ്രയാസപ്പെടുന്ന ആൾക്കാരോടൊക്കെ ആ ഒരു കാരുണ്യത്തോടെ മനസ്സിലൂടെ പെരുമാറുന്ന ആ ഒരു യേശുവിൻ്റെ സ്വഭാവം. അപ്പോൾ അതാ നമ്മൾ യോഹന്നാൻ 17:6 നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു. യേശുവിൻ്റെ മനോഭാവം അതാ. ഇത് എൻ്റെ സഭക്കാർ, എൻ്റെ ആടുകൾ, നിങ്ങളാരാ അവരോട് ചോദിക്കാൻ എന്നുള്ള ഒരു പൊസസീവ്നെസ്, അങ്ങനെയുള്ളൊരു നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന കർത്താവ് യോഹന്നാൻ 6 അവസാനം ചോദിക്കുന്നത്. ചിലർ കർത്താവിനെ വിട്ടുപോയി. നമ്മുടെ കൂട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ സഭയിലും ഇതുപോലെയൊക്കെയുള്ള ക്രൂശിൻ്റെ വചനമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കർണരസകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ചില നല്ല സഹോദരങ്ങൾ അവരെ തള്ളുന്നില്ല. അവരും എന്ന് വേണമെങ്കിലും അവർക്ക് തിരിച്ചു വരാമെന്ന് അവർക്കത് അവരുടെ ചില നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർ വിട്ടുപോകുന്നു, നല്ല കാര്യമല്ല, എന്നാൽ ദൈവം അവരോട് കരുണ കാണിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ ആ ഒരു പൊസസീവ്നെസ്സോടുകൂടി അയ്യോ ആരും പോവല്ലേ, നിങ്ങളും കൂടെ വരണേ എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ പുറകെ പോകുന്നത് നമ്മൾ കാണുന്നില്ല. തൻ്റെ കൂടെ ഉള്ളവർ തന്നെ പിതാവ് എനിക്ക് തന്നിട്ടുള്ളവരാ. അതാ നമ്മളിപ്പം വായിച്ച 17:6 വാക്യത്തിൽ അവർ നിനക്കുള്ളവരായിരുന്നു. ദൈവ യോസ്, കർത്താവേ അത് എൻ്റെ ആടുകളെന്ന് ഞാനങ്ങ് പറയുമല്ലോ, അത് പിതാവ് എനിക്ക് തന്നിട്ടുള്ള അങ്ങ് കുറച്ച് സമയത്തേക്ക് എനിക്ക് അവരെ തന്നു. കുറച്ച് പേര് പോയി, കുറച്ച് പേര് പുതുതായിട്ട് വന്നു. കർത്താവ് അങ്ങ് തന്നിട്ടുള്ളവർ അത് എൻ്റെ ആടുകളൊന്നുമല്ല, അങ്ങയുടെ ആടുകൾ. അതാ പറയുന്നത്, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. ദൈവമാണ് ദൈവ തരാതെ നമ്മൾ ഇതേ യോഹന്നാൻ 6:37 യോഹന്നാൻ 6:37 എന്താ നമ്മൾ വായിക്കുന്നത്? പിതാവ് തരാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കത്തില്ല. 6:37 വാക്യം നമ്മളിപ്പോഴും കോട്ട് ചെയ്യുന്നൊരു രണ്ടാമത്തെ പകുതി നമ്മൾ കൂടുതലും കോട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ 37 യോഹന്നാൻ 6:37 എന്താ നമ്മളിപ്പം ആമേ അതെ നമ്മളിപ്പോൾ 38 വാക്യം ഞാൻ മുമ്പേ കോട്ട് ചെയ്തായിരുന്നു, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം. ഇപ്പം 37 വാക്യത്തിൽ പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരും. പിതാവ് തരുന്നത് മതി, അല്ലാതെ ആരും നമ്മളെ ചേർന്നിരിക്കേണ്ട കാര്യമില്ല. പിതാവ് തരുന്നത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഓരോരുത്തരെ കൊണ്ടുവരും. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ നീ അങ്ങനെ പോരാ, നീ എനിക്ക് അത്രയും ക്രൈറ്റീരിയ ഒന്നും റിക്വയർമെൻറ്റും കാര്യങ്ങളൊന്നും അത്ര മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും തള്ളിക്കളയത്തില്ല. പിതാവ് യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ അവരിനി എത്ര പാപത്തിലായിരുന്നവരാകട്ടെ, അവരെത്ര ക്ലേശത്തിലോ കടത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ആയിരുന്നവരാകട്ടെ, പിതാവ് എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറയുന്നൊരു കർത്താവ്. അതാണ് നമ്മളവിടെ കാണുന്നത്. അതാ നമ്മളിപ്പോൾ യോഹന്നാൻ 17:6 കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തട്ടെ. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിനെ സന്തോഷിപ്പിച്ച കാര്യം ഈ 11 പേരിൽ 12 പേരിൽ ഒരാളങ്ങ് പോയി, 11 പേര് ഉണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സന്തോഷം എന്താ? അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. അവർ എൻ്റെ കൂടെ ഇങ്ങനെ അടിപ്പാടി നിൽക്കുന്നു എന്നുള്ളതിലല്ല, മറിച്ച് അവർ എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ്, താൻ ക്രൂശിലേക്ക് പോകാൻ പോവാണ്. എന്നാൽ അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെയോ അവരെങ്ങനെയെങ്കിലും അങ്ങ് ചേർന്ന് നിൽക്കുന്നോ, അവരും കൂടെ വിട്ടുപോവോ എന്നുള്ളൊരു കാര്യത്തിലല്ല. കൂടെ ഉള്ളവർ കർത്താവെ, അവിടുന്ന് തന്നിട്ടുള്ളവർ കർത്താവെ ഉണ്ട്. അവിടുന്ന് ഒരു സമയത്തേക്ക് തന്നിട്ടുള്ളവർ ചിലപ്പം തിരിച്ചു പോയി കാണുമായിരിക്കും. പക്ഷേ ഈ കർത്താവെ അവിടുന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങൾ, അവർ കർത്താവെ അവിടുത്തെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവരാണോ, അതോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കുന്ന ആൾക്കാരാണോ? അതാ നമ്മളിവിടെ 6 വാക്യത്തിൽ നമ്മൾ വായിച്ചേ. അതാ നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ദേ ഹാവ് കെപ്റ്റ് യുവർ വേർഡ്. ഒരു ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച കാര്യമാണ്. 11 ശിഷ്യന്മാർ, അവർക്ക് പല കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കുള്ള വെളിച്ചത്തിൽ അവർ ആ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ചിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മളും ഈ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കുന്നത്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. ഞാൻ ആദ്യം അവർ യഥാർത്ഥത്തിലുള്ള രക്ഷയിലേക്ക് വരാൻ യേശുവിൻ്റെ മാർഗ്ഗം മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ രക്ഷയ്ക്കെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്വർഗീയമായ വീക്ഷണം കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ നാഴികയ്ക്കൊത്തവണ്ണം, പിതാവിൻ്റെ നാഴികയ്ക്കൊത്തവണ്ണം പോകുന്നതിനെക്കുറിച്ചും, പിന്നെ നമ്മൾ ആ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ക്രൂശിൻ്റെ വഴിയിലാണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവൻ ഉള്ളതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ
രക്ഷിക്കപ്പെടുന്നതാവട്ടെ, രക്ഷയിൽ വളരാനാകട്ടെ വേറൊരു വഴിയില്ല. ഈ ഒരു യേശുവാകുന്ന വഴി, ഈ ഒരു ക്രൂശിൻ്റെ വഴി, നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മളിൽ എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിച്ച് ദൈവവചനപ്രകാരമുള്ള ദൈവവചനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം പിന്നെ നമ്മൾ ആറാമത്തെ വാക്യം പിന്നെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കണമെങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിച്ചാൽ മാത്രമേ ഓരോ സമയത്തും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നും പറഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് തികയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു ലോകത്തിലെ യേശു പിതാവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള വെല്ലുവിളി, കർത്താവേ എൻ്റെ ചുറ്റുമുള്ളവർക്ക് യേശുവിനെ വെളിപ്പെടുത്തണം, എനിക്ക് യേശുവിൻ്റെ സൗരഭ്യവാസനായി തീരണമെന്ന് അവിടെ 2 കൊരിന്ത്യർ 2-14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, അതും ഈ ക്രൂസിൻ്റെ വഴിയാണ്. അവിടെ നമ്മെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവമുമ്പാകെ യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് യേശുവിനെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമോ ടോർച്ചറോ ആകാതെ നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു കർത്താവിൻ്റെ സാന്നിധ്യം പരീശന്മാർക്ക് ഭയങ്കര ടോർച്ചറായിരുന്നു. എന്നാൽ പാപികളായിട്ടുള്ളവരെല്ലാം കർത്താവിൻ്റെ അടുക്കൽ ചേർന്ന് വന്നു എന്നൊക്കെയാണ് ലൂക്കോസ് 15:1 നമ്മൾ വായിക്കുന്നത്. സിന്നേഴ്സ് കെയിം നിയർ ടു ഹിം. അവർക്ക് ബാക്കിയുള്ളവർക്കെല്ലാം സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് പോലും കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അവർക്ക് കർത്താവ് ആരെയും കച്ചാക്കി നോക്കില്ലോ, നിൻ്റെ ജാതി കുറഞ്ഞതാ, അല്ലെങ്കിൽ നിനക്ക് പഠിപ്പ് കുറവാ, അല്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം കുറവാ, അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തികം കുറവാ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനമ്മമാരുടെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കുറവാ എന്ന് പറഞ്ഞ് കർത്താവ് ആരെയും തള്ളിക്കളയോ ആരെയോ താഴ്ത്തിക്കിട്ടോ എല്ലാവരെയും കർത്താവ് ഈക്വലായിട്ട് കണ്ട ആ ഒരു യേശുവിൻ്റെ ജീവൻ ഇന്ന് എത്ര സഭകളിൽ അതുപോലുള്ള ഒരു യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന, ജാതിയോ മതമോ വർഗമോ പണമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ജീവനെ വെളിപ്പെടുത്തുന്ന സഭകൾ എത്രയുണ്ട്, എത്ര ഇടയന്മാരുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ പിതാവിൻ്റെ നാമത്തെ, പിതാവിൻ്റെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തണം എന്നുള്ളൊരു കാര്യമാണ്. അത് ദൈവം നമുക്ക് തരുന്ന സഹോദരങ്ങളും അത് നമ്മുടെയാണെന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ചിരിക്കാനല്ല, മറിച്ച് അത് പിതാവ് തന്നു, പിതാവേ അത് അങ്ങയുടേതാണ്, അവിടുന്ന് കർത്താവേ അവിടുത്തെ വചനം കാക്കുന്നുവല്ലോ, ആ കാര്യത്തിലാണ് എൻ്റെ സന്തോഷം. അല്ലാതെ അവർ ദശാംശം തരുന്നുണ്ടോ, ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ നമുക്കറിയാം, നമുക്ക് ദശാംശവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പഴയ നിയമത്തിലെ കാര്യമോ ദശാംശമൊക്കെ. പുതിയ നിയമത്തിൽ ദശാംശമില്ല, സന്തോഷത്തോടെ കൊടുക്കുക. പൗലോസിൻ്റെ മാതൃക കൂടാരപ്പണി ചെയ്ത് പൗലോസ് അന്നത്തെ തന്നെ ക്രിസ്തീയ വേലയിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പല തെറ്റായ മാതൃകകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് സ്വന്തം അധ്വാനത്താൽ പൗലോസ് കൂടാരപ്പണി ചെയ്തു. അങ്ങനെ പൗലോസ് ഉപജീവനം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ആ സുവിശേഷ വേലയിൽ നിന്ന് ഉപജീവനം കഴിക്കുന്നത് ദൈവവചനപ്രകാരം തെറ്റല്ല, ദൈവവചനപ്രകാരം അനുവദനീയമായ കാര്യമാണ്. എങ്കിലും നമ്മൾ CFC ചർച്ചസിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി തെറ്റായിട്ടുള്ള ഒരു പുകമറ നമ്മുടെ ഭാരതത്തിൽ എസ്പെഷ്യലിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് വേറിട്ടൊരു എക്സാമ്പിൾ ആവാൻ വേണ്ടിയാണ് നമ്മുടെ ചർച്ചസിലെ ഒരു എൽഡേഴ്സും ഒരു സാക്പുനം ബ്രദർ ഉൾപ്പെടെ ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ളവരാണെങ്കിലോ അല്ലാതെ ഉള്ള ആൾക്കാരാണെങ്കിലോ ഒരു എൽഡേഴ്സും ഓഫറിംഗ് ബോക്സിൽ നിന്ന് ₹1 പോലും അവർ സ്വന്തമായിട്ട് എടുക്കാതെ, ഒരു പൈസ പോലും ഇത്രയും വർഷങ്ങൾ 49 വർഷങ്ങൾ എടുക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവരുടെ സെക്യുലറായിട്ടുള്ള ആ ഒരു ഇംഗത്തിൽ നിന്ന് അവരുടെ ഉപജീവനം കഴിച്ച് ഫ്രീ ആയിട്ട് സഭയെ സെർവ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ പൗലോസിൻ്റെ മാതൃക നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന, പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിനെ മഹത്വപ്പെടുത്തുന്ന അപ്പം ആ ഓരോ കാര്യത്തിൽ നമ്മളൊരു 4-5 പോയിൻറ്റ്സൊക്കെ നമ്മൾ കണ്ടു. ആ കാര്യങ്ങളെ മുമ്പാകെ നമുക്ക് തുടർന്ന് നമ്മുടെ സൗകര്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഈ കാര്യങ്ങളൊക്കെ കർത്താവേ അവിടുത്തെ വചനത്തിൽ ഉള്ള ആ ഒരു വലിയ സ്റ്റാൻഡേർഡ്, കർത്താവേ അവിടുത്തെ നാമം എൻ്റെ ജീവിതത്തിലൂടെ ദൂഷിക്കപ്പെടുന്നുണ്ടോ, കർത്താവേ എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഞാൻ ആ ക്രൂസിൻ്റെ വഴി തന്നെ ആണോ, അതോ ഞാൻ യേശുവിൻ്റെ പേരെടുത്തുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കുവാണോ, മറിച്ച് ഞാൻ ദൈവമുമ്പാകെ ഒരു വട്ടപ്പൂജ്യം ആകുവാൻ, 0 ആകുവാൻ എനിക്ക് തയ്യാറുണ്ടോ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി കർത്താവേ അങ്ങേക്ക് തരുന്നു അവിടുത്തെ സൗരഭ്യവാസന, അവിടുത്തെ ജീവനാൽ നിറയ്ക്കണം. എന്നെ കേൾക്കുന്നവർക്ക്, എന്നെ കാണുന്നവർക്കൊക്കെ യേശുവിനെ കാണുവാൻ, ആ പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. യേശു പിതാവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തി, നാമം നമ്മളുടെ സ്വന്തം നാമത്തെ, നമ്മുടെ സ്വന്തം സ്വഭാവത്തെയാണോ, നമ്മുടെ സ്വയജീവൻ്റെ ജഡത്തിൻ്റെ നാറ്റമാണോ അതോ യേശുവിനെ ആണോ ഞാൻ വെളിപ്പെടുത്തുന്നത്? യേശുവിനെ പോലെ ആകണം എനിക്ക്. ആ ഒരു വലിയ ദാഹത്തോടെ, ആ ഒരു സമർപ്പണത്തോടെ
യേശുവെ പോലെ ആകണം, യേശുവിൻ്റെ വാക്കെനിക്ക് കാക്കണം. ആ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവർ എൻ്റെ വാക്ക് കാത്തിരിക്കുന്നു, യേശുവിനെ നോക്കി ജീവിക്കണം. ജേക്കബ് ബ്രദർ പറഞ്ഞു ഏത് സാഹചര്യത്തിലും യേശുവിനെ നോക്കിയാൽ മതി. കർത്താവ് ഇത് ചെയ്യുമായിരുന്നു, കർത്താവ് എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അടിയറവ് പറഞ്ഞ് കർത്താവിനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും യേശുവിൻ്റെ ഇഷ്ടം, യേശു കർത്താവ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്, യേശു കർത്താവ് എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇടപെടും, എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്ലാൻ ചെയ്യും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ യേശുവിനെ പോലെ കർത്താവെ ഉറപ്പിക്കണം, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ എന്നെ ക്രിസ്ത്യൻ മഹത്വത്താൽ മുറ്റും നിറഞ്ഞ് ശോഭിക്കുവാനായിട്ട് എന്നെ നിറയ്ക്കണം. നമ്മൾ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി എഡിഫൈങ് ആയിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മഗ്ദലന കാര്യത്തിൽ മറിയത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയെക്കുറിച്ചും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പിന്നെ യേശുനാമം യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച്, പിന്നെന്താ ദൈവം നമുക്ക് തന്നിട്ടുള്ള ശരീരം കർത്താവിനായിട്ട്, കർത്താവിന് ഇഷ്ടം ചെയ്യുവാനായിട്ട് യേശു മുമ്പാകെ ഒരു സീറോവായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പല സൗകര്യങ്ങളിൽ നിന്നെല്ലാം കേട്ടു. ആ ഒരു വചനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായിട്ട് അനുഭവമായിട്ട് ആയിത്തീരത്തക്കവണ്ണം ഒരു പ്രാർത്ഥനയായിട്ട് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്ക് എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശമായുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത. നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുകേ എൻ്റെ മഹാപുരോഹിത. നിന്റെ എൻ്റെ മഹാപുരോഹിത. വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകെയൻ സ്വന്തമാക്കുവാൻ, പൂർണ്ണപ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും താം. പൂർണ്ണപ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും താം. ഭീരുത്വത്താൽ അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമാ. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം.
തേടുവാൻ നഷ്ടമായതും നേടുവാൻ ഭ്രഷ്ടമായതും കണ്ണുനീർ വാർക്കും സ്നേഹം താ വന്നു നീനഗ്നി കത്തിക്കാം കണ്ണുനീർ വാർക്കും സ്നേഹം താ വന്നു നീനഗ്നി കത്തിക്കാം കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനേ ഭക്തിയിൽ പൂർണ്ണനാക്കുക ശക്തിയരുൾക നാഥനേ ഭക്തിയിൽ പൂർണ്ണനാക്കുക യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക് എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അതെ കർത്താവേ, ക്രിസ്ത്യൻ മഹത്വത്താലെ ഞങ്ങളെ മുറ്റും നിറഞ്ഞ് ശോഭിക്കണം. അതിനായിട്ട് കർത്താവേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ, ഉറപ്പിക്കണമേ, നിറയ്ക്കണമേ ശുദ്ധാത്മാവിനെ കൊണ്ടെന്ന് ഞങ്ങൾ പാടി കർത്താവേ. അതേ കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ തരുന്ന പുതിയ മന്നെ അവിടുന്ന് തന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, അതേ നിത്യജീവനിലേക്ക് നയിക്കുന്ന ആ ക്രൂശിൻ്റെ വഴിയെ അവിടുന്ന് പോയ ആ ചോരപ്പാടുള്ള ആ പാതയെ ഒരിക്കൽ കൂടെ കാണുവാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് തുറന്നുവല്ലോ കർത്താവേ. അവിടുന്ന് പോയ വഴി എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം. അതേ കർത്താവേ, അവിടുത്തെ മുദ്രാവാക്യം അതായിരുന്നു, അവിടുത്തെ ചേർവിളി അതായിരുന്നല്ലോ കർത്താവേ. ഓരോ സമയത്തും സ്വന്തം ഇഷ്ടം ചെയ്യാതെ, സ്വന്തമായിട്ടൊരു വാക്കുപോലും പറയാതെ, പിതാവ് തന്ന വാക്കുകൾ മാത്രം പറഞ്ഞു എന്ന് പറയുവാൻ, പിതാവിൻ്റെ ചിന്തകൾ, പിതാവിൻ്റെ അതേ മനോഭാവം, പിതാവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തി എത്ര വലിയൊരു ജീവിതം ഞങ്ങൾക്ക് മുന്നോടിയായിട്ട് കർത്താവേ. അവിടുന്ന് ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നുവെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയല്ലോ കർത്താവേ. അങ്ങയിലെ കർത്താവേ യേശുവേ, അങ്ങയിലെ പിതാവിൻ്റെ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നതുപോലെ കർത്താവേ ഞങ്ങളിലും അവിടുത്തെ ജീവനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് ഞങ്ങളൊരു വെളിച്ചമാകാൻ തക്കവണ്ണം, ഞങ്ങളെ കാണുന്നവർക്ക് യേശുവിനെ കാണുവാൻ, ഞങ്ങളെ കേൾക്കുന്നവർക്ക് യേശുവിനെ കേൾക്കുവാൻ, ഞങ്ങളെ തൊടുന്നവർക്ക് യേശുവിനെ സ്പർശിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ തന്നെയും ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അതിനായിട്ട് വേറൊരു വഴിയില്ല. ഞങ്ങൾക്കായിട്ട് യേശുവിനെ എങ്ങനെയെങ്കിലും എക്സ്റ്റേണലായിട്ട് പുറമേ ഒന്ന് നടിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിക്കാൻ കർത്താവേ അതെല്ലാം പുറംപൂച്ചായിട്ട് അതെല്ലാം അതിൻ്റെ പൊള്ളത്തരം എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടുമല്ലോ കർത്താവേ. എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആത്മാവിൽ നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിനാൽ വന്ന് നിറയണമെങ്കിൽ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പണത്തോടെ ആ ഒരു വട്ടപൂജ്യമായിട്ട് സീറോ ആയിട്ട് ദൈവം മുമ്പാകെ ആയിരിക്കണമല്ലോ കർത്താവേ. അതേ കർത്താവേ, ഞങ്ങളെ അതിനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങൾക്ക് പിതാവിൻ്റെ നാമത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം, ഞങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തണം. ഞങ്ങൾക്ക് കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ, നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾക്ക് എന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഭവമായിട്ട് വെളിപ്പാടാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട കാര്യങ്ങൾ വീണ്ടും ധ്യാനിക്കുവാനും കർത്താവേ, അങ്ങയോട് കർത്താവേ അങ്ങയിൽ നിന്ന് കൂടുതലായിട്ട് കേൾപ്പാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടം വന്ന് കർത്താവേ ആ വിത്തുകൾ എടുത്തുകൊണ്ട് പോകാതെ കർത്താവേ ആയിരിക്കാൻ, ആ വചനത്തെ കാക്കുവാൻ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് യു ഫാദർ. സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് കൊണ്ടുവന്ന സൗകര്യങ്ങൾക്കായിട്ട് എല്ലാം സ്തോത്രം ചെയ്യുന്നു.